നാളെയുമായി പറഞ്ഞതനുസരിച്ചുള്ള ഈ ആത്മീയ ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവം നമുക്ക് ഇങ്ങനെയൊരവസരം തന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്ഥലത്തുള്ള എല്ലാവരെയും തന്നെ ദീർഘകാലങ്ങളായി വളരെ നല്ല പരിചയമുണ്ട്, ആത്മീയ ബന്ധമുണ്ട്. കൂടെ ഒരു കാലത്ത് ഈ പ്രദേശങ്ങളിലൊക്കെ കടന്നു വന്ന് ശുശ്രൂഷിച്ചിട്ടുള്ളതൊക്കെ ഓർക്കുന്നുണ്ട്. ആ പഴയ സഹോദരങ്ങൾ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന സഹോദരങ്ങൾ പലരും ഇപ്പോഴുമുണ്ട്. പിതാക്കന്മാരൊക്കെ നിത്യതയിൽ ചേർക്കപ്പെട്ടു എന്ന് വരികിലും എനിക്ക് ലഭിച്ചിട്ടുള്ള സമയ പരിധിക്കുള്ളിൽ കുടുംബ സംബന്ധിയായ കുറേ കാര്യങ്ങൾ ദൈവദാസൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ചു കൊടുത്തത് അദ്ദേഹം വളരെ വ്യക്തമായി കേൾപ്പിക്കുകയുണ്ടായി. എല്ലാം ഒന്നും കേൾക്കാൻ എനിക്ക് സാധിച്ചില്ല. തുടക്കത്തിൽ ഒരു മയക്കം എനിക്കുണ്ടായി. ശരീരത്തിൻ്റെ ക്ഷീണം അത്രമാത്രം ഉണ്ടായിരുന്നു. ഒരു ദിവസം പോലും ഇല്ലാതെ വളരെ യാത്രകളും ശുശ്രൂഷകളും ഈ കാലത്ത് കൂടി വരികയാണെന്ന് തോന്നുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മണ്ണെണ്ണ വിളക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മണ്ണെണ്ണ വിളക്കിൽ തീരുമ്പോൾ ആ വിളക്കിനൊരു സ്വഭാവമുണ്ട്. തീരാൻ പോകുമ്പോൾ ഒരാളിക്കത്തൽ ഉണ്ട്. അത് സംഭവിക്കാൻ പോവുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മുൻപ് കാലത്തെങ്ങുമില്ലാത്ത തിരക്കാണ് ഈ 73-ാമത്തെ വയസ്സിൽ എനിക്ക് ഉള്ളത്. അങ്ങനെയായാലും വളരെ സന്തോഷത്തോടും ഒരുക്കത്തോടും കൂടെ ഓരോ ദിവസവും ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ വളരെ വൈകി വീട്ടിൽ വന്നു. ഇങ്ങോട്ടുള്ള ബസ് 7:10 അതിന് കയറിക്കൂടാൻ 5 മണിക്ക് എഴുന്നേൽക്കേണ്ടി വന്നു. 2-3 മണിക്കൂർ കഷ്ടി ഉറങ്ങിക്കാണും. അതിൻ്റെ ഒരു ക്ഷീണം പ്രാരംഭ സമയത്തെ കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് എന്നിൽ തിരുത്തപ്പെടേണ്ട കാര്യം അതിൽ വല്ലതും ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടു. അദ്ദേഹം കുടുംബ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ദൈവത്തിൻ്റെ സ്ഥാപനത്തിൽ അതുപോലെ വളരെ പ്രധാനമായതാണ് സഭ. സഭയോടുള്ള ബന്ധത്തിൽ കുറച്ച് കാര്യങ്ങൾ ഓർപ്പിക്കണമെന്നുള്ള വലിയ താല്പര്യമാണ് എനിക്കുണ്ടായത്. അത് സഭയെന്ന ഒരു വിഷയം എടുത്തങ്ങ് പഠിപ്പിക്കാൻ പോവുകയല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ നിന്ന് സഭയുടെ അംഗങ്ങളായിരിക്കുന്നവർക്ക് വേണ്ട കുറച്ച് ഗുണങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് നമ്മളിലൊക്കെ വരാൻ വേണ്ടിയുള്ള ഒരു പഠനമാണ് അവിടെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനിടയിൽ മണ്ണൂർ സഭയിലെ ശുശ്രൂഷ എന്ന് പറഞ്ഞു വരുന്നത് ആദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ ഞാൻ വന്നു. അന്ന് ഈ ഹോള് ഉണ്ടായിട്ടില്ല. താഴെയുള്ള ഒരു വീടായിരുന്നു. ദൈവദാസൻ അന്ന് അവിടെ കുടുംബമായി താമസിക്കുകയായിരുന്നു. തൊഴുത്തിൽ ഉൾപ്പെടാത്ത ഏതോ ഒരാട്ടിൻകൂട്ടത്തിൻ്റെ സുവിശേഷ പ്രസംഗത്തിന് വന്നപ്പോൾ അപ്പം നുറുക്കി ആരാധിക്കാൻ ഞാനിവിടെ വന്നു.
അന്ന് ഞാൻ വചനം ശുശ്രൂഷിച്ചു, ഭക്ഷണം കഴിച്ചു. ഉച്ച കഴിഞ്ഞ് വൈകിട്ടത്തെ അവരുടെ മീറ്റിങ്ങിനായിട്ട് പോയി. അത് ഇവിടെ സഭ ആരംഭിച്ച ആ സമയത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശുശ്രൂഷയ്ക്കായിട്ട് ആദ്യം വരികയാണ്. ആവട്ടെ, എന്നെ വിളിക്കാനും ശുശ്രൂഷിപ്പിക്കാനും വൈകി എന്ന് പറയുന്നില്ല, മനസ്സ് കാണിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 31-ാം വാക്യം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. പ്രാദേശിക സഭകൾ എങ്ങനെയാവണമെന്നുള്ള ഒരു വലിയ സന്ദേശം ഈ 31-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ആ സഭ ഗുണമുള്ള സഭയാണ്. ഈ സഭയിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇന്നില്ലാതെ പോകുന്നതും അതാണ്. ഈ സഭയിൽ സമാധാനമുണ്ടായിരുന്നു. ഈ സഭയ്ക്ക് ദൈവത്തോടുള്ള ഭക്തി ഉണ്ടായിരുന്നു. ഈ സഭയിൽ ആത്മീയ വർധനവുണ്ടായിരുന്നു. ഈ സഭ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിൽ നടന്നുകൊണ്ടിരുന്നു. ഈ സഭയിൽ അംഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടുവരുന്നു. അല്ല, ഒരു സഭയെക്കുറിച്ച് ഇതല്ലാതെ എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ച്. ഒരു പ്രാദേശിക സഭയെക്കുറിച്ച്, സ്ഥലം സഭയെക്കുറിച്ച് ഇതിൽ കുറഞ്ഞ ഒരു നിലവാരം ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മുൻപുള്ള നമ്മുടെ സഭകളിലൊക്കെ ഈ ഒരു നിലവാരം പുലർത്തിപ്പോന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്ന് എൻ്റെ യൗവനപ്രായത്തിലെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് കൂടിവരവുകളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ നിലവാരത്തിൽ നിന്ന് ഒരുപാട് താഴോട്ട് പോയിരിക്കുകയാണ്, പുറകോട്ടടിച്ചിരിക്കുക. ഇപ്പം നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ പുറകിലൊക്കെ കേൾക്കാമല്ലോ, കേൾക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ. നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഈ നിലവാരത്തിലേക്ക് ദൈവസഭകളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. വളരെ ആവശ്യമാണ്. അതില്ലാതെ വന്നാൽ നേരത്തെ കേട്ടതുപോലെ കുടുംബം ശരിയല്ലെങ്കിൽ യോജിപ്പിച്ച മതി മോനെ, ഇത് മതി, ചെവിയുള്ളവർ കേൾക്കും. കുടുംബത്തെ യോജിപ്പിച്ച ദൈവത്തിന് പ്രസാദകരമായ വിധത്തിൽ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ആ കുടുംബം ദൈവത്തിനൊരു അപമാന വിഷയമാണെന്നുള്ളത് കേട്ട വചനത്തിലൂടെ ഞാൻ ഓർപ്പിക്കുക. ഇതുപോലെ രക്ഷിക്കപ്പെട്ടവരെ ദൈവസഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്ന കർത്താവ് സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് സഭ വന്നില്ലെങ്കിൽ അത് കർത്താവിനൊരു അപമാന വിഷയമായിരിക്കുമെന്നുള്ളത് നാം വിശേഷാൽ ഓർക്കണം. ഒരു സഭ എങ്ങനെ വേണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാനിത് കാണിക്കും. ഇതാ ഒരു സഭയുടെ നിലവാരം ഇതാണ്. ഈ നിലവാരത്തിൽ കുറഞ്ഞ ഒന്ന് സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ കുടുംബത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, നമ്മൾ ഒന്ന് പരിശോധിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ ഇവിടെ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, എൽഡേഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ പരിചയപ്പെടുത്തുന്നത് ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന്.
ഉത്തരവാദിത്തപ്പെട്ടവരെന്നുള്ളൊരു പ്രയോഗം സഭയുടെ ചുമതല വഹിക്കുന്നവരെ കുറിച്ച് തിരുവഴുത്തിൽ ഞാൻ നോക്കിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ആളുകളെ വിളിക്കുമ്പോൾ ഇന്ന സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളാന്ന് പറയും. ആ സഭയുടെ എൽഡേഴ്സിൽ ഒരാളാണെന്ന് പറഞ്ഞാൽ എന്നെ അപമാനമാണോ? അല്ല. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരല്ല വേണ്ടത്, എൽഡേഴ്സ് എന്ന് പറയണം. എൽഡേഴ്സ് ഉത്തരവാദിത്തപ്പെട്ടവരാ. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഈ പ്രായം കൂടുന്തോറും നാക്കു മോശമായിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ സഭകളിൽ പലതും എൽഡേഴ്സ് അല്ലെന്നുള്ളതായി എനിക്ക് പറയാനുള്ളത്. ഒരു ജോലി കഴിഞ്ഞ് മറ്റൊരു ജോലി ഏറ്റെടുത്തെന്നല്ലാതെ വേറെ എന്തെങ്കിലും ഗുണം ഇവരെ കൊണ്ടുണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമില്ല. എന്നെപ്പോലെ സഭകൾ സഞ്ചരിക്കുന്ന വേറൊരാൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുമില്ല. അതുകൊണ്ട് ദൈവം നിയോഗിക്കാത്ത, ദൈവം നിയമിക്കാത്ത എൽഡേഴ്സിനെ കുറിച്ചൊക്കെ തിരുവെടുത്ത് പറയുമ്പോൾ എഫേസ്യ ലേഖനം 4:11 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിയമിച്ചു 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 എന്ന്. നിയമിക്കപ്പെടാത്തവര് ദൈവസഭയുടെ ആത്മീയ നേതൃത്വത്തിലേക്ക് വന്നാൽ അത് സഭയ്ക്ക് ഗുണത്തിന് പകരം ദോഷമായിരിക്കും, സഭയെ പുറകോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് വിശേഷാൽ ഓർക്കണം. അതുകൊണ്ട് ഈ മണ്ണൂർ ആദ്യവും അവസാനവുമായിട്ട് വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ആരെങ്കിലും നിയമിക്കപ്പെടാതെ സഭയുടെ നേതൃത്വത്തിൽ വന്നവരായിട്ട് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ദൈവസഭയെ ഉപദ്രവിക്കാതെ നിങ്ങൾ മാറി നിൽക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളത് തുറന്ന് സമ്മതിക്കണം, എന്നെ ഇതിന് നിയമിച്ചിട്ടില്ല. ഒരു വിശ്വാസിയായിരുന്നു കൊണ്ട് ദൈവത്തിനും ദൈവസഭയ്ക്കും വേണ്ടി എന്നാലാവോളം ഞാൻ പ്രവർത്തിക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോകണം. കാണുന്നവരെയൊക്കെ പിടിച്ച് എൽഡേഴ്സ് ആക്കുന്ന ഒരു പ്രവണത, ആ പ്രവണതയെന്ന് പറഞ്ഞാൽ പോരാ, ഒരു ദുഷിച്ച പ്രവണത ഇന്ന് നമ്മുടെ സഭകളിൽ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ജോലി കഴിഞ്ഞ് വന്നു, റിട്ടയർഡായി, ഇനി ഈ പുള്ളിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. പണ്ട് മൈലപ്പുറയിൽ ഒരു കല്യാണം നടന്നു. മൈലപ്പുറയിൽ പണ്ടല്ല എപ്പോഴും നടക്കും. അതിൽ ഒരു കല്യാണത്തിൽ ഒരു സംഭവം ഉണ്ടായത് ഇതാണ്, ഈ വീട്ടുകാരാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടായിരുന്നു. നമ്മുടെ മധ്യത്തിൽ നമ്മളെല്ലാവരും നന്നായി ബഹുമാനിക്കുന്ന നല്ല ആത്മീയനായ ഒരു ദൈവദാസനും ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ശുശ്രൂഷയൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കയറി വന്നപ്പോൾ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരുന്നത് ആ സഭയുടെ പ്രബലനായ ഒരു ദൈവദാസൻ, ഒരു സാറാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഇന്നാര് വന്നിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രാർത്ഥനയോ അതാ ഉദ്ദേശിച്ചത്. അപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ ഇന്നാര് വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. ഈ സാറ് അല്പം നർമ്മം പറയുന്ന ആളാണ്. സാറ് ചോദിച്ചു, വല്ല ഔലോസുണ്ട വല്ലതും കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ ഈ പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാക്കണം. ഗവൺമെൻറ് ജോലിയിൽ നിന്നോ വിദേശ ജോലിയിൽ നിന്നോ മറ്റേതെങ്കിലും ജോലിയിൽ നിന്നോ വിരമിച്ച് വന്നപ്പോൾ ഇവൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന് കരുതി ദൈവസഭയുടെ അധപ്പതനത്തിനും തളർച്ചയ്ക്കും വേണ്ടി കൃപാവരമില്ലാത്ത ആരെയെങ്കിലും പിടിച്ച് മൂപ്പനാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ ദൈവം അറിഞ്ഞിട്ടില്ലെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ കാലത്തെല്ലാം ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്. കാരണം എഫേസ്യ ലേഖനം 4:11 എഴുതി തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിത് പറയത്തില്ല. അവൻ ചിലരെ നിയമിച്ചു എന്നാണ് വായിക്കുന്നത്. നിയമിച്ചു. ദൈവം നിയമിച്ചവർ വേണം ദൈവസഭയുടെ ആത്മീയ നേതൃത്വത്തിൽ നിൽക്കേണ്ടത്. അവർക്ക് ദൈവസഭയെക്കുറിച്ചൊരു വേദനയുണ്ടാകും, അവർക്ക് ദൈവസഭയെക്കുറിച്ചൊരു ഭാരമുണ്ടാകും. അവർ ദൈവസഭയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കും. അവർ ദൈവസഭയ്ക്ക് വേണ്ടി മുട്ടുമ്മയെ നിൽക്കും. അവർ ദൈവസഭയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യും. അതൊന്നുമില്ലാത്ത വ്യക്തി ഈ കാര്യത്തിൽ യോഗ്യനല്ലെന്നുള്ളത് ഞാനല്ല പറയുന്നത്, ദൈവവചനമാണ് പറയുന്നത്.
അങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെ ദൈവത്താൽ നിയമിക്കപ്പെട്ട് ശക്തമായ ദർശനത്തോടുകൂടെ പോകുന്ന എൽഡേഴ്സ് സഭയിലുണ്ടെങ്കിൽ ദാ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിലവാരമുള്ള സഭകളായിട്ട് മാറുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഒരു ക്ലാസ് മതിയായിരുന്നല്ലേ? ആദ്യത്തെ ക്ലാസ് കൊണ്ടങ്ങ് ചായയും കുടിച്ച് സ്നാനവും നടത്തി പോയാൽ മതിയായിരുന്നു. ദൈവം നമ്മോട് ഇടപെടട്ടെ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് വിശേഷാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ സ്ഥലം സഭയെ ആത്മീയമായി സമ്പുഷ്ടിപ്പെടാൻ അങ്ങയാൽ നിയമിക്കപ്പെട്ടവർ ആത്മീയ നേതൃത്വത്തിലേക്ക് വരാൻ നിങ്ങൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. ഞാൻ അതിൽ വലിയ ഭാരമുള്ളയാളാണ്. ഓക്കെ. അപ്പോൾ ഈ സഭകൾ ഇവിടെ 3-4 സ്ഥലങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട്. സാറ് ഈ പറഞ്ഞതുപോലെ അടുക്കും ചിട്ടയിലും ഒന്നും പറയാൻ ഞാൻ അങ്ങോട്ട് ഒരുങ്ങാതെ കുറേ കാര്യങ്ങൾ ഗുണമുള്ളത് പറഞ്ഞങ്ങ് പോവുക. ഇവിടെ ചില സ്ഥലങ്ങൾ പറയുന്നുണ്ട്, യഹൂദിയ, ഗലീല, ശമരിയ, ഈ ദേശങ്ങളിലെ സ്ഥലം സഭകളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മറ്റു ചില ആളുകളുണ്ട്, ഈ ഒരു സഭയിൽ നിന്ന്, മണ്ണൂർ സഭ കുറേ എനിക്കറിഞ്ഞുകൂടാ, ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് വല്ല ക്യാമ്പിലോ അല്ലെ പൊതുപരിപാടിക്കോ ചെന്നാൽ അവരുടെ ഒന്നാമത്തെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അവരുൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെ കുറ്റം പറയുക എന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ പറയുന്ന വിദ്വാന്മാരുണ്ടെങ്കിൽ ഇന്ന് നിർത്തിക്കോണം. നിങ്ങളുടെ അപ്പൻ്റെ കുറ്റം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുമോ? ഭാര്യയുടെ കുറ്റം പറഞ്ഞു നടക്കുമോ? എനിക്കൊരു ഭാര്യയുണ്ട്, എന്നാ പറയാനാ അവൾ, അങ്ങനെ പറഞ്ഞു നടക്കുമോ? കുറ്റമേ ഉള്ളെങ്കിലും എന്നാ പറയും? അയ്യോ, അവളെൻ്റെ ചക്കരയാണെന്നല്ലേ പറഞ്ഞു നടക്കത്തു. അപ്പം നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ കുറ്റം പറയാൻ നമുക്ക് മടിയാ, ഇല്ലേ? നമുക്ക് മടിയാ. ശരി, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലെ എൽഡേഴ്സ് ആകട്ടെ, ഇവാഞ്ചലിസ്റ്റ് ആകട്ടെ, അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരനാകട്ടെ, സഹോദരിയാകട്ടെ, ഇവരുടെ കുറ്റം മറ്റുള്ളിടത്ത് പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നവരെന്താ പറയുന്നതെന്നറിയാമോ? ഞങ്ങൾക്കൊരു സഭയുണ്ട്, ഒരു ഗുണവും മണവും ഇല്ലെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. ഓ, എന്നാ പറയാനാ? ഞങ്ങളുടെ സഭ ഒരു ഗുണവും മണവും ഉള്ള സഭയല്ല. ഞാനൊരു വസ്തുത പറയട്ടെ, നമ്മുടെ സഭ ഗുണമുള്ള സഭയായി മാറണമെങ്കിൽ പറയുന്ന ആളിനും ഗുണം വേണം, ഗുണമുള്ള വിശ്വാസികൾ വേണം. കുറേ പേര് കൂടി വന്നിട്ട് കാര്യമില്ല. കൂടി വരുന്നത് വളരെ നല്ലതാണ്. ഇവിടെ ഇത്രയും ആളുകൾ കൂടി വരുന്നുണ്ട്. ചുരുക്കം ചിലർ അടുത്തു നിന്നുള്ള സഭകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇവിടുത്തെ വിശ്വാസികളാണ്. നല്ലൊരു സംഖ്യ ഇവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാം. പക്ഷേ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന കാര്യം, എത്ര പേര് കൂടി വരുന്നു എന്നതിനേക്കാൾ ഉപരി കൂടി വരുന്നവർക്കൊക്കെ ഗുണങ്ങളുണ്ടോ എന്നുള്ള, ഗുണമുള്ള വിശ്വാസികളാണ്. അതാണ് അവിടുത്തെ വിഷയം. ഒരു ഗുണവുമില്ലാത്ത കുറേ വിശ്വാസികൾ കൂടി വന്നിട്ട് എന്നാ സാധിക്കാനാ? ഒന്നും സാധിക്കാനില്ല. ബീഡി വലിക്കുന്ന വിശ്വാസികളുണ്ട്. ഉണ്ടെന്നേ. ഇവിടെ മണ്ണൂരിലെ കാര്യമല്ല, മണ്ണൂരൊക്കെ ഭക്തന്മാരാണെന്ന്. മോനെ കുറച്ച് മതിയട, ഹൗളിങ് ഉണ്ടാകും. അവർ ചെവി തന്നോളും. അവർക്ക് ഇത് കേൾക്കേണ്ടതാണേ അവർ ശ്രദ്ധിച്ചിരിക്കും. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ബീഡി വലിക്കുന്ന വിശ്വാസികളുണ്ട്. ബീഡി വലിക്കുന്നുണ്ട്, ആരോടും പറയണ്ട. സിനിമ കാണുന്ന വിശ്വാസികളുണ്ട്. ഇപ്പം പിന്നെ തിയേറ്ററിലോട്ട് പോകണ്ട. കയ്യിലെ ആ ചെറിയ സാധനത്തിൽ എത്ര സിനിമ വേണേലും, ഇതൊന്നും അറിയാത്തവരെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സിനിമ കാണുന്നവരുണ്ട്. രാത്രിയിലൊക്കെ ഇരുന്ന് സിനിമ കാണുന്നവരുണ്ട്. കിടക്കയിൽ കിടന്ന് സിനിമ കാണുന്നവരുണ്ട്. സിനിമ അവനും വിശ്വാസി എന്നാണ് പേര് പറയുന്നത്. വല്ലപ്പോഴും അല്പം സേവിക്കുന്ന വിശ്വാസികളെ എനിക്കറിയാം. വീഞ്ഞിന്റെ വീര്യം പോരാഞ്ഞിട്ട് അവൻ അതിന് പോണം. ഒരിടത്തൊരു സഭയിൽ, ഇതെല്ലാം എൻ്റെ മുമ്പിലുള്ളതാ, ഒരിടത്തൊരു സഭയിൽ തർജ്ജനം ചെയ്തു ഒരു സഹോദരനെ. അവൻ പറയുക, എന്നോട് മാത്രം എന്നാ പറയുന്നത്, വേറെ 2-3 പേരും കൂടി ഇവിടെ ഉണ്ടെന്ന്.
അപ്പോൾ ആ സ്ഥലം സഭയുടെ അവസ്ഥ എന്തായിരിക്കും? ദ്രവ്യാഗ്രഹികളായ വിശ്വാസികളുണ്ട്, ദ്രവ്യാഗ്രഹികൾ. മുത്തൂറ്റും മറ്റേടത്തും കൊണ്ടിട്ട് മൊത്തം പോയി. ഇപ്പൊ അടി കിട്ടിയത് ആരോടും മിണ്ടുന്നില്ല. പുള്ളിക്കിപ്പോ ഈ മുത്തൂറ്റെന്ന് കേൾക്കുന്നത് തന്നെ മനപ്രയാസമാണ്. പക്ഷെ എൻ്റേത് ഇത്രയും പോയി എന്നൊന്നും ആരും പറയത്തില്ല. ദ്രവ്യാഗ്രഹികളായ വിശ്വാസികളുണ്ട്, ഉണ്ടെന്നേ. കള്ളം പറഞ്ഞ് നടക്കുന്ന വിശ്വാസികളുണ്ട്, നുണ പറഞ്ഞ് നടക്കുന്ന വിശ്വാസികളുണ്ട്, ഏഷണി പറഞ്ഞ് നടക്കുന്ന വിശ്വാസികളുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ എനിക്ക് വട്ടുപിടിച്ചു എന്നൊന്നും പറയരുത്. ഇത് ഒരു ഗുണവും മണവും ഇല്ലാത്ത ഒരുത്തം പറയുക ഞാൻ രക്ഷിക്കപ്പെട്ടതാന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം എൻ്റെ യേശു മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നു, അവരുടെ ഫലം കൊണ്ട് നമുക്കവരെ തിരിച്ചറിയാമെന്ന്. ഇത് ഒരു ഫലവുമില്ലാത്തവൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. വേണേ നിങ്ങളൊരു വാക്യം എടുക്കും, എല്ലാത്തിനും വാക്യമുണ്ടല്ലോ. ദൈവം നീതീകരിച്ചവനെ കുറ്റം ചുമത്തുന്നവരെ നീതീകരിച്ചവനെ കുറ്റം ചുമത്തരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. നീതീകരിച്ചവനെ കുറ്റം ചുമത്തരുത്. നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു ഫലവുമില്ലാതെ നടക്കുന്നവനെ കുറ്റമല്ലാതെ പിന്നെ എന്തോന്നാ പറയേണ്ടത്? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു. മിക്കവാറും ഇന്ന് സ്നാനത്തിന് മുൻപ് പോയേക്കും. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഗുണം വേണം, സഭയായാൽ ക്വാളിറ്റി വേണം. എത്ര വർഷമായി കൂടിവരവ് ആരംഭിച്ചു എന്നതിന് യാതൊരു പ്രസക്തിയില്ല. വലിയ ഹോളാണോ ചെറിയ ഹോളാണോ ഒരു പ്രസക്തിയില്ല. AC ആണോ നോൺ AC ആണോ ഒരു പ്രസക്തിയില്ല. ടൈലിട്ടതാണോ സിമെന്റ് ഇട്ടതാണോ ഒരു പ്രസക്തിയില്ല. ഇതിലൊന്നുമല്ല കാര്യമിരിക്കുന്നത്. ബാങ്കിൽ എത്രമാത്രം ഡിപ്പോസിറ്റ് ഉണ്ടെന്നുള്ളത് അതിലുമല്ല പ്രസക്തി. എൻ്റെ ബ്രദറെ, എന്തുമാത്രം പണമാണ് ഞങ്ങളുടെ സഭയ്ക്ക്. ഇതെല്ലാം കൂടെ എന്നാ ചെയ്യാൻ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭയിൽ ഞാൻ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛോ എന്ത് കാശായി ഈ സഭയ്ക്ക് ഇവിടെ കിടക്കുന്നറിയാമോ? ഞാൻ ചോദിച്ചു, അതെന്നെ മോനെ, ദൈവവേലയ്ക്കൊന്നും കൊടുക്കുകയല്ലേ? അത് പറയുമ്പോൾ ഞങ്ങളുടെ ആളുകൾ പറയുന്നത് യോഗ്യന്മാരെ കാണുന്നില്ലെന്നാ. ഇത് കൊടുക്കാനുള്ള യോഗ്യന്മാരെ കാണുന്നില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോനെ, അങ്ങനെയെങ്കിൽ ഒരാൾ യോഗ്യനായി ഉണ്ട്. ആ ആൾ താമസിക്കാതെ വരും. ഒരു ചാക്കിനകത്ത് കെട്ടി പുള്ളിയെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. യോഗ്യന്മാരെ തപ്പി നടക്കുകയല്ലേ? കർത്താവിനോട് എന്താ പറഞ്ഞത്? നീ യോഗ്യൻ ഇല്ലേ? അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊന്നുമല്ല ഒരു സഭയുടെ ആത്മീയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ നാം ചിന്തിച്ചതിനെ തുടർന്ന് സഭയുടെ കാര്യം ചിന്തിക്കുമ്പോൾ വീണ്ടും ഞാൻ ഈ പുസ്തകം എടുത്തു പറയുന്നത്, ഇവിടെ വായിച്ച് കേട്ടതാണ് ഒരു സഭയ്ക്കുണ്ടാകേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു നിലവാരം പുലർത്തിക്കൊണ്ട് വേണം സഭ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ സഭ ഈ നിലവാരം പുലർത്തിക്കൊണ്ട് പോകണമെങ്കിൽ വിഷയത്തിലേക്ക് വരിക. ഈ അധ്യായത്തിൽ ചില ഗുണമുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവരെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ സഭകളുടെ ഗുണം പറയുന്നത്. ഗുണമുള്ള കുറേ വിശ്വാസികൾ, അതാരൊക്കെയാണെന്ന് 2-3 പേരെ മാത്രം നമുക്ക് ചിന്തിച്ച് വളരെ വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ആള് ഈ 9-ാം അധ്യായത്തിൻ്റെ 10 മുതൽ പറഞ്ഞിരിക്കുന്ന അനന്യാസാണ്. ഈ അനന്യാസ് എന്നു പേരുള്ള ഈ മനുഷ്യൻ്റെ ഗുണങ്ങൾ നമ്മൾ ചിന്തിക്കുക ചെയ്യുന്നത്. അയാളെ പോലുള്ള 10 വിശ്വാസികൾ ഒരു സഭയിലുണ്ടെങ്കിൽ ആ സഭ വളരെ ഗുണമുള്ളതായിരിക്കും. എന്താണ് ഇയാൾക്കുള്ള ഗുണമെന്ന് ചിന്തിക്കാം. 1, ഇയാളുടെ പേര് അനന്യാസ് എന്നാണ്. അനന്യാസ്. ഈ അപ്പോസ്തല പ്രവൃത്തി 2 അനന്യാസുമാരെ കാണുന്നുണ്ട് ഇല്ലേ? 5-ാം അധ്യായത്തിൽ ഒരു അനന്യാസുണ്ട്.
9-ാം അധ്യായത്തിലും ഒരു അനന്യാസുണ്ട്. പേരൊന്നാണെങ്കിലും സ്വഭാവം രണ്ടും രണ്ടാണ്. 5-ാം അധ്യായത്തിലെ അനന്യാസ് അല്ല എൻ്റെ വിഷയം, അതവിടെ കിടക്കട്ടെ. ഇവിടുത്തെ അനന്യാസ്, ഈ അനന്യാസ് എന്ന വാക്കിനർത്ഥം ഞാൻ പറയാൻ പോവുകയാണ്. യഹോവ കൃപയുള്ളവൻ എന്നാണ്. അത് മതിയല്ല. യഹോവ കൃപയുള്ളവരായ ആളുകൾ ഒരു സഭയിലുണ്ടെങ്കിൽ ആ സഭ ഗുണമുള്ളതാ. യഹോവയുടെ കൃപ അനുഭവിക്കുന്ന സഭ, യഹോവയുടെ കൃപ അനുഭവിക്കുന്ന വ്യക്തി. മനസ്സിലായി? ഇന്ന് പല വിശ്വാസികൾക്ക് രക്ഷിക്കപ്പെടാൻ വേണ്ടിയിരുന്ന കൃപയെക്കുറിച്ചേ അറിയത്തുള്ളൂ. ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ചു പോരേണ്ട, വെളിപ്പെടുത്തേണ്ട കൃപ അവർക്ക് അന്യം നിന്ന് പോയിരിക്കുകയാണ്. കൃപയില്ല. കൃപയുള്ള വിശ്വാസികളാണെങ്കിൽ സഭയിൽ ചെന്നാൽ ദൈവകൃപ കാണാം. ഉദാഹരണം ഞാൻ പറയാം. യെരുശലേം സഭ ബർന്നബാസിനെ അന്ത്യോക്യ സഭയിലേക്ക് പറഞ്ഞയച്ചു. അന്ത്യോക്യ സഭയിലേക്ക് ബർന്നബാസ് ചെന്നപ്പോൾ ആ സഭാഹോള് കണ്ട് അവൻ സന്തോഷിച്ചു. ഹോളിലിട്ടിരിക്കുന്ന കസേരയുടെ കളറ് കണ്ട് അവൻ സന്തോഷിച്ചു. കൂടി വരുന്നവരുടെ വസ്ത്രധാരണം കണ്ട് അവൻ സന്തോഷിച്ചു. അവിടുത്തെ പാട്ടും മേളവും കേട്ട് അവൻ സന്തോഷിച്ചു. ആന്നോ? അല്ല. അന്ത്യോക്യ സഭയിൽ ചെന്ന് അവൻ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. സ്തോത്രം. നമ്മുടെയൊക്കെ സഭകളിൽ പുറമേ നിന്ന് ഒരാൾ വന്നാൽ അവൻ കാണേണ്ടത് ദൈവകൃപയാണ്. ചിലടത്ത് ചെന്നാലുണ്ടല്ലോ നമ്മുടെ കൃപയും കൂടെ പോവും. ഒത്തിരി അനുഭവം ഉള്ളതുകൊണ്ടായി പറയുന്നത്. നമ്മുടെ കൃപയും കൂടെ പോകും. നമ്മൾ വലിയ സന്തോഷത്തിലും ദൈവകൃപയിലും ധ്യാനിച്ചും വായിച്ചും ഒക്കെ ചെന്നിരിക്കുക. ഓരോരുത്തരുടെ ഇരിപ്പും ആ മട്ടും ആ അലസതയും, ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുന്നതും മെസ്സേജ് നോക്കുന്നതും ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമ്മളിലുള്ള കൃപ അങ്ങ് ചോർന്നു പോവുകയാണോ എന്ന് തോന്നിപ്പോവുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, ചെറുപ്പക്കാരോടും പ്രായമുള്ളവരോടും കുഞ്ഞുങ്ങളോടും ഒക്കെ പറയുക, അനന്യാസിനെ പോലെ യഹോവയുടെ കൃപ അനുഭവിക്കുന്നവരായിരിക്കണം, ദൈവകൃപ അനുഭവിക്കുന്നവരായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. കൃപയും ശക്തിയും നിറഞ്ഞവനായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഈ സ്തെഫാനോസിനെ സംബന്ധിച്ച് ഈ 2 കൂട്ടം കാര്യങ്ങൾ 3 പറയുന്നുണ്ട്. ഈ 3 കാര്യത്തിലും ജോഡിയായിട്ട് പറയുന്ന 3 കാര്യമുണ്ട്. ആ 3 കാര്യങ്ങളിലും അയാൾ നിറഞ്ഞവനായിരുന്നെന്നാണ് വായിക്കുന്നത്. 6-ാം അധ്യായത്തിൽ ആദ്യം പറയുന്നത് എന്നാന്നറിയാമോ? സ്തെഫാനോസ് ജ്ഞാനവും വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായിരുന്നു. പിന്നെ പറയുന്നുണ്ട് അയാൾ ജ്ഞാനം നിറഞ്ഞവനായിരുന്നു. പിന്നെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. വിശ്വാസികൾ നിറവിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. നിങ്ങൾ ഈ ബൈബിളൊക്കെ നോക്കിയേ, പുതിയ നിയമമൊക്കെ നോക്കിയേ, നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുന്നതെല്ലാം നിറഞ്ഞു വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 5:18 പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകണം. എഫേസ്യ ലേഖനം 3:19 പറയുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരണം. അങ്ങനെ നിറവിനെ കുറിച്ചാണ് പറയുന്നത്.
ഈ നിറവ് നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ നിറവിൽ നിന്നാണ്. അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ആ നിറവിൽ നിന്നാണ് നമ്മൾ നിറയേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ സ്ഥലം സഭകൾ നല്ല നിലവാരത്തിൽ ഗുണമുള്ളതായി നിൽക്കണമെന്ന് വരികിൽ ഓരോ വിശ്വാസിയും കൃപയെ വിട്ടു പോകാതെ വണ്ണം ദൈവകൃപയിൽ നിൽക്കുന്നവരായിരിക്കണം, ദൈവകൃപ അനുഭവിക്കുന്നവരായിരിക്കണം. വേഗത്തിൽ പറഞ്ഞു പോകണമല്ലോ. എബ്രായ ലേഖനം 12-ാം അധ്യായം വായിക്കുമ്പോൾ കൃപ വിട്ടു പോയാലുള്ള ദോഷം പറയുന്നുണ്ട്. എന്നാ ദോഷമെന്ന് പറയാമോ? 2 ദോഷമാണ് പ്രധാനമായും പറയുന്നത്. ഒന്ന്, കൃപയിൽ നിന്ന് വീണുപോയാൽ കയ്പുള്ള വേര് മുളപ്പിക്കും. ഇവിടെ കയ്പായിരിക്കരുത്. ആരോട്? ഭാര്യയോട്. ഇതുപോലെ സഹോദരന്മാരോടും എന്ത് ചെയ്യരുത്? കയ്പായിരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ കയ്പായിരിക്കരുത്. ഈ ഭാര്യയോട് കയ്പായിരിക്കരുതെന്ന് പറയുന്ന അതേ വചനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ ഒന്നിച്ചാരാധിക്കുന്ന ആ സഭയിലുള്ള സഹോദരി സഹോദരന്മാര് അന്യോന്യം കയ്പായിരിക്കരുത്. ഉണ്ടോ? അല്ല, ഉണ്ടേ പറയുവോ? ഇല്ലയോ? കയ്പായിരിക്കരുത്. സഹോദരന്മാരോട് എത്ര കാലം വേണേലും മിണ്ടാതിരിക്കും. എത്ര കാലം വേണേലും മിണ്ടാതിരിക്കും. എത്ര കാലം. അപ്പം തന്നെ നമ്മൾ കർത്തൃമേശ എടുക്കുമ്പോൾ പാടുന്ന ഒരു പാട്ടുണ്ട്. തെക്കൊക്കെയാ കൂടുതലും പാടുന്നത്, ഇങ്ങോട്ട് പാടുന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എടുക്കുമ്പോൾ പാടുന്ന പാട്ടാ, നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയ. സഹോദരനോട് സംസാരിച്ചിട്ട് മാസങ്ങളായി, നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയ. കയ്പാവും. ഈ കയ്പ് വെച്ചുകൊണ്ട് എങ്ങനെ ആരാധിക്കാൻ കഴിയും? ഈ കയ്പ് വെച്ചുകൊണ്ട് എങ്ങനെ ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ കഴിയും? ഈ കയ്പ് വെച്ചുകൊണ്ട് എങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? ഈ കയ്പ് വെച്ചുകൊണ്ട് മറ്റ് ശുശ്രൂഷകൾ നിവർത്തിക്കാൻ കഴിയും? ഈ കയ്പ് വെച്ചുകൊണ്ട് എങ്ങനെ അപ്പം നുറുക്കാൻ പറ്റും? ഈ കയ്പ് വെച്ചുകൊണ്ട് എങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? കയ്പുള്ള വേര് മുളപ്പിക്കും. എപ്പോൾ? ദൈവകൃപയിൽ നിലനിൽക്കാതെ വന്നാൽ. രണ്ടാമത് ദോഷം എന്നാന്നറിയാമോ? കലക്കമുണ്ടാക്കുമെന്ന. കലക്കം. ഇവരിങ്ങനെ ഇടയ്ക്കൂടെ നടന്ന് എന്ത് ചെയ്യും? കലക്കം ഉണ്ടാക്കും. ഉണ്ട്. അതിപ്പം ആത്മീയമായിട്ട് പോകുന്നു എന്ന് തോന്നിയാലും അതെല്ലായിടത്തും ഉണ്ട്. ആ വീട്ടിലും ഇപ്പം വീട്ടിൽ ചെല്ലണ്ടല്ലോ, ഫോൺ മതിയല്ല. ഈ ഫോണിലൂടെ എന്തൊരു വലിയ കലക്കമായി സഭയിൽ സൃഷ്ടിക്കുന്നെന്നറിയാമോ? പാവം, നമ്മളിത് അറിയത്തില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ആ പണി നടത്തുന്ന പല സഹോദരങ്ങളുണ്ട്. സഹോദരിമാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ഇന്ന് അങ്ങ് നിർത്തിക്കുവാണ്. കലക്കമുണ്ടാക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ ശിക്ഷയുണ്ടാകും. കാര്യം സഭ ദൈവത്തിൻ്റെതാ. അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോകട്ടെ, ദൈവകൃപ നാം അനുഭവിച്ച് ജീവിക്കാതെ കൃപയിൽ നിലനിൽക്കാതെ വന്നാൽ കയ്പുള്ള വേര് മുളപ്പിക്കും, അതുപോലെ തന്നെ കലക്കമുണ്ടാക്കും. അതുകൊണ്ട് അനന്യാസ് ദൈവകൃപയെ അനുഭവിക്കുന്നവനായിരുന്നു. രണ്ടാമത് അനന്യാസിനെ കുറിച്ച് വായിക്കുന്ന എന്നാന്നറിയാം? 10-ാം വാക്യം തന്നെ. എന്നൊരു ശിഷ്യൻ. അനന്യാസ് കൃപയിലുള്ളവനായിരുന്നു. രണ്ടാമത് അനന്യാസ് ശിഷ്യനായിരുന്നു. ശിഷ്യൻ. ഇന്ന് സഭകളിൽ കുറഞ്ഞു വരുന്നതും എന്തുവാ? ശിഷ്യന്മാരില്ല. പിന്നെ ഉള്ളവരൊക്കെ ആരാ? ഭയങ്കര കഴിവുള്ളവരാ. ഭയങ്കര കഴിവാ. ചില ആളുകൾ പറഞ്ഞു കേട്ടു, എൻ്റെ ബ്രദറെ, ഞങ്ങളുടെ സഭയിലുള്ള സഹോദരന്മാരെല്ലാം നല്ല കഴിവുള്ളവരാ. നല്ല കഴിവ്. ഏത് വിഷയം എടുക്കാൻ പറഞ്ഞാലും അവരെടുക്കും. ഇനി പുസ്തകത്തിൽ ഇല്ലാത്ത വിഷയം പറഞ്ഞാലും അവരെന്ത് ചെയ്യും? ഗൂഗിൾ നോക്കിയിട്ടൊക്കെ അവരെടുക്കും. ഭയങ്കര കഴിവാ. എന്നാ കഴിവാന്നറിയാമോ എന്നൊക്കെയാ ചോദിച്ചു പോകുന്നത്. ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ട് കേൾക്കണം. സംസാര രീതി പണ്ട് മുതൽ ഇങ്ങനെ ആയിപ്പോയി, എന്നാ ചെയ്യാൻ? പക്ഷെ ജനത്തിന് ഇഷ്ടമാണ്. മണ്ണൂരുകാർക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ജനത്തിന് ഇഷ്ടമാ. കാര്യം പറയാനും ആള് വേണ്ടേ?
അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം ആരംഭിക്കുന്ന വാക്യമേന ഓർമ്മയുണ്ടോ? അക്കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, അക്കാലത്ത് പ്രസംഗകർ പെരുകി വരുമ്പോൾ എന്നല്ല, അന്നോ ഇന്ന് പ്രസംഗകർ പെരുക. കോവിഡ് വന്നതോടുകൂടെ ഇതുവരെ കാണാത്ത പ്രസംഗകരെല്ലാം വന്നിരിക്കുക, പ്രത്യക്ഷപ്പെട്ടിരിക്കുക. ഒരു ദിവസം എത്ര സാധനങ്ങളായി എൻ്റെ ഇതിനകത്ത് വരുന്നെന്നറിയാം. ആപ്പിൽ ഒരാപ്പായിട്ട് അത് മാറിയിരിക്കുക. ഇത് മുഴുവൻ നോക്കാൻ നമുക്ക് നേരമുണ്ടോ? നമ്മൾ ഒരു ദിവസം എത്ര പ്രസംഗമാണ് നടത്തുന്നത്? ഞാൻ ഒരു പ്രസംഗവും ആർക്കും അയക്കാറില്ല. ഇത് അയക്കേണ്ട സാധനമല്ല. ജനത്തിന് ആവശ്യമുണ്ടെങ്കിൽ തപ്പിപ്പിടിച്ചത് കേൾക്കണം. ഇതെൻ്റെ പ്രസംഗമാണ്, കേട്ടാട്ട്. പ്രസംഗകര് പെരുകി വരിക. സഭയിലാണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത്? നമ്മൾ ഈ കോട്ടേജ് മീറ്റിങ്ങിൻ്റെ ലിസ്റ്റ് ഇട്ടിരിക്കുന്ന പോലെ ചില സഭയിൽ പ്രസംഗകരുടെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ. ലിസ്റ്റ് ഇട്ടിരിക്കുക. 1-ാം ഞായറാഴ്ച പത്രോസ്, ഇവിടെ പേരുണ്ട് ക്ഷമിക്കണം. 2-ാം ഞായറാഴ്ച ജെയിംസ്, 3-ാം ഞായറാഴ്ച ചാണ്ടപ്പിള്ള ഇട്ടിരിക്കുക. ഇവൻ ഈ കൃപയുണ്ടെന്ന് വല്ലതും മനസ്സിലാക്കിയിട്ടാണോ ആ പേരവിടെ ഇട്ടിരിക്കുന്നത്? 1/2 മണിക്കൂർ, only 30 minutes ആണ് പല സഭകളിലും കർത്തൃമേശ കഴിഞ്ഞു വചന ശുശ്രൂഷയുള്ളത്. ഈ 30 മിനിറ്റ് ജനത്തിൻ്റെ നഷ്ടപ്പെടുത്തുന്ന എത്ര സഹോദരന്മാരുണ്ടെന്നറിയാമോ? എത്ര സഹോദരന്മാരുണ്ടെന്നറിയാമോ? വേദപുസ്തകവുമായി അവനാകെ വായിക്കുന്നത് പ്രസംഗം കൊടുക്കുന്ന ദിവസമാണ് വേദപുസ്തകം വായിക്കും. അന്ന് പുള്ളി ആ ഒരാഴ്ച ഭയങ്കര വായനയാണ്. അപ്പൊ ഭാര്യ ഇന്ന് തന്നെ പതിവില്ലാത്ത ഒരു വായന, ഈ ഞായറാഴ്ച ഞാനാ പ്രസംഗിക്കേണ്ടതാ. ഇതൊന്നും ആരും പറയത്തില്ലെന്നേ, പറയാനൊരു പൊട്ടം വേണ്ടേ? ഞാനൊരു വസ്തുത പറയാം. എല്ലാവരെയും വചന ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടില്ല സഭയിൽ. വെറുതെ ലിസ്റ്റിട്ട് പാവം പിടിച്ച ജനത്തിന്റെ ആത്മീയ നിലവാരം തകർത്ത് കളയരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവകൃപ കൊടുത്തിട്ടുള്ളവര് സഭയിൽ എഴുന്നേൽക്കും. അത് എൽഡേഴ്സ് മനസ്സിലാക്കണം. ഇനിയും കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ദൈവസഭയ്ക്ക് വചനം കൊടുത്തവരെ പരിപോഷിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്തം എൽഡേഴ്സിനാണുള്ളത്. എല്ലാവർക്കും ഈ പ്രസംഗിക്കണമെന്ന് തന്നെ ഇത്ര നിർബന്ധം? അധിക ഉപദേഷ്ടാക്കന്മാർ വന്നാൽ ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുന്നില്ലേ? ഇഷ്ടംപോലെ പ്രസംഗത്തിന് നമുക്ക് പുസ്തകങ്ങളുണ്ട്. പുസ്തകം വേണ്ടല്ലോ ഇപ്പം. ഇത് മതിയല്ലോ. എന്നാ പീഡിയ മോനെ? വിക്കിപീഡിയ എന്തോന്നാ മോനെ? എനിക്കിതൊന്നും അറിയാൻ വയ്യ മോനെ. ഏതാണ്ടെല്ലാം പരിശോധിച്ച ഇത് മുഴുവൻ കിട്ടും. ആസ്ക് എന്നാ അവർ ചോദിക്കുന്നത്. ചോദിക്കാൻ പ്ലീസ് ഗിവ് മീ എക്സ്പ്ലനേഷൻ ഓഫ്, ഇംഗ്ലീഷ് അറിയത്തില്ല, അറിയാവുന്ന അങ്ങ് പറയുക, എക്സ്പ്ലനേഷൻ ഓഫ് സാംസൺ. അപ്പൊ സാംസണെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഇങ്ങോട്ട് കിട്ടി. ഇവൻ കുത്തിയിരുന്ന് അത് മുഴുവൻ എഴുതുക. അയ്യോ, ഞാൻ പറയുന്നത് ശരിയാന്നേ. ആർക്കാടോ ഗുണം അതുകൊണ്ട്? ആർക്കാ അതുകൊണ്ട് ഗുണം? 2-3 പേജുകൾ എഴുതി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വായിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് എന്തു ഗുണമാണുള്ളത്? പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, വളരെ പ്രാർത്ഥനയോട് കണ്ണുനീരോടും കൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചിട്ട് വേണം ജനത്തിനു കൊണ്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ജനത്തിന്റെ സമയം വെറുതെ കളയുക. മനസ്സിലായോ? അതുകൊണ്ട് പ്രസംഗകരല്ല പെരുകി വരേണ്ടത്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശിഷ്യന്മാർ സഭയിൽ പെരുകി വരണം. യേശു ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ഈ 9-ാം അധ്യായം വായിക്കുമ്പോൾ അനന്യാസിനെ കുറിച്ച് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ തബീതയെ കുറിച്ച് പറയുന്നുണ്ട്. ശിഷ്യ എന്ന് പറയും. അതിനർത്ഥം എന്താണ്? സഹോദരി സഹോദരന്മാരെല്ലാവരും സഭയിൽ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരാകണം. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മോനെ? വില്യം മാക്ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാളുടെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊന്നാണ് യഥാർത്ഥ ശിഷ്യത്വം. ഇംഗ്ലീഷിൽ
ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വലിയ വായനക്കാരനൊന്നുമല്ല, എങ്കിലും വായിക്കും. അയാളുടെ ഒരു പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാം? ഒരു ചോദ്യം അയാൾ ചോദിക്കുന്നത്, എന്തിനാ ബൈബിള് പഠിക്കുന്നത്? ചോദിക്കുക, എന്തിനാണ് ബൈബിള് പഠിക്കുന്നത്? നമുക്ക് ഒരുപാട് മറുപടി അതിന് പറയാനുണ്ട്. അത് മണ്ണൂരുകാരെ പഠിപ്പിക്കാൻ പോകാനാന്ന് പറയും. എന്തിനാ ബൈബിള് പഠിക്കുന്ന? അയാൾ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാമോ? ദൈവാനുരൂപമായി തീരേണ്ടതിന്. ഞാൻ വചനം പഠിക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയല്ല, ദൈവാനുരൂപമായി തീരേണ്ടതിന്. എന്നിട്ട് വേണം പഠിപ്പിക്കേണ്ടത്. അങ്ങനെയാണോ നമ്മൾ വചനശുശ്രൂഷ ചെയ്യുന്നത്? വചനശുശ്രൂഷ ചെയ്യുന്നവരെപ്പോഴെങ്കിലും അതിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? വേദനിച്ചിട്ടുണ്ടോ? വിങ്ങിയിട്ടുണ്ടോ? ശാന്തമായി പരിശോധിക്കണം. അതുകൊണ്ട് യേശു ആഗ്രഹിക്കുന്നത് വചനം പഠിക്കുക മാത്രമല്ല, പഠിപ്പിക്കുക മാത്രമല്ല, ദൈവാനുരൂപമായി തീരണം. ഒരു യഥാർത്ഥ ശിഷ്യനെ കുറിച്ച് യേശു പറഞ്ഞു, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, അങ്ങനെ ശിഷ്യന്മാർ സഭയിലുണ്ടെങ്കിൽ ആ സഭ ഗുണമുള്ളതായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. മൂന്നാമത് ഇയാളെ കുറിച്ച് പറയുന്ന എന്നാ നോക്കിയേ, 10-ാം വാക്യം തന്നെ വീണ്ടും. കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. ഇയാളുടെ മൂന്നാമത്തെ ഗുണം പറയുക, ഇയാൾ ആരാ? ദർശനമുള്ളവനായിരുന്നു. ദർശനം, നല്ല ദർശനമുള്ളവനായിരുന്നു. നമുക്കെന്തോ ദർശനമുണ്ട്? സ്വപ്നം കാണുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. ദർശനമുള്ളവരാണ് നമ്മൾ. ഒരിടത്ത് വായിക്കുന്നല്ലോ, ദർശനമില്ലാത്തടത്ത് അധോഗതി അല്ലേ? അത് പരിപാലനമില്ലാത്തടത്താണ്. പരിപാലനമില്ലാത്തടത്ത് ജനം അധോഗതി, അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ദർശനമില്ലാത്തടത്തെ ബാക്കി പറയുന്നു കുറെ കൂടെ കടുങ്കട്ടിയാണ്. ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു. ഹൃദയത്തിൽ കോറിയിടണം. ഞാനൊരു വസ്തുത പറയാം. നമ്മൾ ആത്മീയ ജീവിതത്തെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഇങ്ങനെയാ അങ്ങനൊന്നുമല്ല, അങ്ങനല്ലെന്ന് നമുക്കൊരു ധാരണയുണ്ട്. കള്ളു കുടിക്കരുത്, ബീഡി വലിക്കരുത്, മോഷ്ടിക്കരുത്, അതിരുമാന്തരുത്, മോശമായ പ്രവർത്തനം ചെയ്യരുത്. കേൾക്കണം. അയൽവക്കത്ത് ജീവിക്കുന്നവരോ? പറ, നിങ്ങൾ പറ. നമ്മുടെ അയൽവക്കത്ത് ജീവിക്കുന്നവരോ? മുണ്ടുകാലൊന്നും വല്ലതും തീരുമാനമുണ്ടോ? അയൽവക്കത്ത് ജീവിക്കുന്നവരോ? അവരും കള്ളു കുടിക്കുന്നില്ല, അവരും ബീഡി വലിക്കുന്നില്ല, അവരും സിനിമയ്ക്ക് പോകുന്നവരില്ല, അവർ മോശമായി ജീവിക്കുന്നവരില്ല. എത്ര യോഗ്യമായിട്ട് ജീവിക്കുന്ന അയൽവാസികളുണ്ടെന്നറിയാമോ? മുസ്ലിമുകളുണ്ട്, നായന്മാരുണ്ട്, സമുദായക്കാരുണ്ട്. എത്രയോ ആളുകൾ മാന്യമായി ജീവിക്കുന്നു. ആ സ്റ്റാൻഡേർഡ് മതിയോ നമുക്ക്? എങ്കിൽ അവരും തമ്മിൽ എന്നാ വ്യത്യാസം? ഞാൻ ഇവിടെയൊക്കെയാ തെറ്റുന്നത്. നമ്മുടെ ആളുകൾ മുഴുവൻ പഠിപ്പിക്കുന്നത് ധാർമ്മിക ജീവിതമാണ്. ഇവിടെ ഇരിക്കുന്നവർ, നിങ്ങളിൽ പലരും അതാ പഠിപ്പിക്കുന്ന ധാർമ്മിക ജീവിതം. ഞാൻ അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് പറയുക, നമുക്ക് ധാർമ്മിക ജീവിതമല്ല പഠിപ്പിക്കേണ്ടത്, ക്രിസ്തീയ ജീവിതമാണ് പഠിപ്പിക്കേണ്ടത്. ധാർമ്മിക ജീവിതം മൗലവി പഠിപ്പിക്കുന്നുണ്ടെന്നേ, ധാർമ്മിക ജീവിതം സന്യാസി പഠിപ്പിക്കുന്നുണ്ടെന്നേ. നമ്മൾ പഠിപ്പിക്കേണ്ടത് കേവലം കുറെ ധാർമ്മിക കാര്യങ്ങളല്ല, ക്രിസ്തീയ ജീവിതമാണ് പഠിക്കേണ്ടത്. അത് തമ്മിൽ തന്നെ വ്യത്യാസം. ക്രിസ്തീയ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിലാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതം പഠിച്ചാൽ, ക്രിസ്തീയ ജീവിതം നയിച്ചാൽ ക്രിസ്തുവിലുള്ള സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. ധാർമ്മിക ജീവിതം പഠിപ്പിക്കുന്നവരൊക്കെ ക്രിസ്തുവിൻ്റെ ജീവിതമല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ ക്രിസ്തീയ ജീവിതം പഠിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ക്രിസ്തു എങ്ങനെയുള്ളവനാണോ അങ്ങനെ നമ്മളായി തീരുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? അതുകൊണ്ട് പഠിപ്പിക്കുന്നവരോടൊക്കെ പറയുക, കുറെ ധാർമ്മിക മൂല്യങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കുകയല്ല വേണ്ടത്. നമ്മൾ പഠിപ്പിക്കേണ്ടത്, യോഹന്നാൻ എന്താ പഠിപ്പിച്ചത്? അവനെ അറിയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ
അതാണ് യേശു പഠിപ്പിച്ചത്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട്. അതാണ് ക്രിസ്തീയ ജീവിതം. പൗലോസ് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങൾക്ക്, അതാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് കേവലം ധാർമ്മിക ജീവിതം പഠിപ്പിച്ച് സഭയെ മുന്നോട്ട് കൊണ്ടുപോവുകയല്ല വേണ്ടത്. ഇന്നു മുതൽ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ക്രിസ്തീയ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം, ക്രിസ്തു എന്തായിരുന്നോ അത് പഠിപ്പിക്കണം. ക്രിസ്തു എങ്ങനെയായിരുന്നോ അങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കണം. അതാണ് എന്ന് പറഞ്ഞ ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ജീവിതം വേണം സഭയിൽ പഠിപ്പിക്കേണ്ടത്. മറ്റേത് പഠിപ്പിക്കാൻ വേറെ ആളുകളുണ്ടെന്നേ. ഞാൻ ഈ പറയുന്ന എല്ലാവർക്കും ഒന്നും ദഹിക്കുകയല്ല. കാരണം അവര് ഇത് പൊത്തി വെച്ചുകൊണ്ടിരിക്കും, കുമ്മായം തേച്ചുകൊണ്ടിരിക്കുക. ഈ എഹെസ്കേലിന്റെ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? കുമ്മായം തേക്കുന്നു. ഒന്ന് മറച്ച്, ആ പൊട്ടലൊന്ന് മറച്ച് വയ്ക്കുക, കുമ്മായം തേക്കുക. ഇവിടെ കുമ്മായം തേപ്പല്ല വേണ്ടത്, പൊട്ടിയതെല്ലാം അടർത്തി കളഞ്ഞേച്ചു വേറെ തേക്കണം മോനെ. നല്ല ഒന്നാം തരം പ്ലാസ്റ്ററിങ് നടത്തണം. മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ട് ക്രിസ്തീയ ജീവിതമാ പഠിപ്പിക്കേണ്ടത്. അപ്പം നമ്മുടെ വിഷയം എന്താ? അങ്ങനെ വരുമ്പോഴാണ് ഈ ദർശനം ഉണ്ടാകുന്നത്. ഉണ്ടോ ദർശനം? ഇന്ന് സഭകൾക്കൊക്കെ വളരെ ദർശനം നഷ്ടപ്പെട്ടിരിക്കുക. ഞാൻ ഇവിടെയൊക്കെ ആരംഭകാലത്ത് വരുന്ന സമയത്ത് എനിക്കറിയാം, ആത്മീയ ഇവിടെ തന്നെയല്ല കേട്ടോ, ഈ ഏരിയ മുഴുവൻ ഈ ആത്മീയ കാര്യങ്ങളോടുള്ള ജനത്തിൻ്റെ ആ താല്പര്യവും ആ ഉൾക്കാഴ്ചയും ഒക്കെ കണ്ട് വളരെ സന്തോഷിച്ചിട്ടുണ്ട്. ഇന്ന് സൗകര്യമൊക്കെ കൂടിയില്ലേ? അന്നത്തെ ഹോളെന്നൊക്കെ പറയുന്നത് ഓടിട്ട ഹോളാണ്. ചിലപ്പോൾ മഴക്കാലത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ചോരും. അപ്പോൾ ആ ബെഞ്ചിൻ്റെ തുമ്പ് ഇങ്ങോട്ട് മാറ്റിയിടും ഈ ചോർച്ച വരാതിരിക്കാൻ. പിന്നെ വേറൊരു കാര്യം, ഇന്നത്തെ പോലെ ഇത്രയും സൗകര്യപ്രദമായ കസേരയൊന്നും വന്നില്ല. അന്ന് ബെഞ്ചാണ് ഉള്ളത്. ഈ ബെഞ്ചിൻ്റെ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ചാരുമില്ലാത്ത ബെഞ്ചാണ്. ചാരില്ല. ഈ ചാരില്ലേ വരുന്ന കുഴപ്പം നമുക്കറിയാം. ആരും ഉറങ്ങത്തില്ല. ഉറങ്ങിയാൽ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ചാരില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പുറകോട്ടടിച്ചു വീഴും, ചിലപ്പോൾ മുന്നോട്ടടിച്ചു വീഴും. ഇത് പേടിച്ച് ഒരെണ്ണം എന്ത് ചെയ്യല? ഉറങ്ങത്തില്ല. വചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇന്നെന്നാ സുഖമാണെന്നറിയാമോ? ചിലർ ഈ ഓളിലിരുന്ന് ഉറങ്ങുന്നത് കണ്ടാൽ കുറേ കൂടെ ആ കസേരയ്ക്ക് ചാരുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന മട്ടിലാണ് ആ പുള്ളിയുടെ തലയെല്ലാം കൂടി ഇങ്ങനെ വെച്ച് ചിലപ്പോൾ വാ പൊളിച്ചു പോയി ഉറങ്ങുന്നവരെ ഞാൻ കുസൃതി പിള്ളേർ വല്ലതും ഉണ്ടെങ്കിൽ വായു വല്ലതും ഇട്ടുകൊടുത്തേനെ. അതുപോലെ എനിക്കിതൊന്നും മനസ്സിലാകാത്ത കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, നീ ഒരു മന്ത്രി നിന്റെ വീട്ടിൽ വന്നാൽ അയാളുടെ മുമ്പിൽ വായും പൊളിച്ചിരുന്ന് ഉറങ്ങുമോ? പറ നിങ്ങൾ. സൗകര്യം ഉണ്ടെ കേട്ടാൽ മതിയെന്നേ. ഞാൻ പറഞ്ഞല്ലേ, ആദ്യത്തെയും അവസാനത്തെയും കൂടെ ഈ വരവ്. എല്ലായിടത്തും അത് വാതിൽ അടച്ചാ ഞാൻ ഈ പോകുന്നത്. സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിട്ടാൽ മതി. ഒരു മന്ത്രി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ ആ ഒരു പരിപാടി നടത്തുമോ? എന്തൊരു ബഹുമാനത്തിനും ഭയത്തിലുമായിരിക്കും. എന്നാ മന്ത്രിയായിപ്പോളോ നമുക്കറിയാമല്ലോ. അവൻ്റെ മുമ്പിൽ എന്തോ ഒരു ഭയവും ഭക്തിയുമാ. വേണ്ട, മരണസമയത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ വന്നാൽ മതി, അവൻ കണ്ടേച്ചു പോകുമ്പോഴും അവനെ വിളിക്കും, 2 വാക്ക് പറയും. ഇവൻ എന്നാ ഇവിടെ പറയാനാ? എന്നോ ബഹുമാനവും ഭക്തിയും. അഖിലാണ്ടത്തിന്റെ ദൈവം നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, സൃഷ്ടാവായവൻ, വീണ്ടെടുപ്പുകാരനായവൻ, ഈ പ്രപഞ്ചത്തിന്റെ മഹത്വമുള്ള സൃഷ്ടാവായവൻ, സാക്ഷാൽ ദൈവമായവൻ, അവിടുത്തെ മുൻപിൽ എന്തോ ഒരു അലക്ഷ്യമാണ് നമ്മുടെ സഭായോഗത്തിൽ നമ്മൾ ഇരിക്കുന്നത്. പറ നിങ്ങൾ മനസ്സുകൊണ്ടേ കേട്ടാൽ മതിയെന്നേ. പറ, ആരുടെ മുൻപിലാണ് ഇരിക്കുന്നതെന്നുള്ള ബോധം നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം വാരൻ VHBയുടെ ഒരു പുസ്തകം വായിച്ചു. അദ്ദേഹം കഴിഞ്ഞിടെ ചിക്കാഗോയിൽ മരിച്ചുപോയി. നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു ദൈവദാസൻ. അദ്ദേഹം ഒരു പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. നിങ്ങളൊന്ന് കേൾക്കേണ്ടതാ. അത് വായിച്ച് ഞാൻ കരഞ്ഞുപോയി. അതിതാണ്, അവരുടെ ആ നാട്ടിൽ എവിടെയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം അദ്ദേഹം എങ്ങനെയോ മനസ്സിലാക്കി എഴുതിയിരിക്കുന്നതാ. ഒരു പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരു ഇന്റീരിയർ ഏരിയയിലാണ് അവരുടെ സഭയും സഭാഹോളും. അപ്പൊ ഇവർക്ക് അല്പം കോതമ്പ് വയലൊക്കെയുണ്ട്.
ആ കോതമ്പ് വയലൊക്കെ കൊയ്ത് ശേഖരിച്ചു വെക്കാനുള്ള കളപ്പുര, നമ്മുടെ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ കളപ്പുരയൊക്കെ ഉണ്ട്, നെല്ലറയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഈ ഹോളിലിരുന്ന് നോക്കിയാൽ ഈ നെല്ലറ കാണാം. ഈ ഇദ്ദേഹത്തിൻ്റെ പാടവും അവിടെയുള്ള ആ നെല്ലറ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ പുരയും കാണാം. ഒരു ദിവസം ദൈവത്തെ ഭക്തിയോട് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ ഭാര്യയുടെ ശ്രദ്ധ എങ്ങനെയോ, അവർ നോക്കിയതല്ല, അങ്ങനെ തിരിഞ്ഞപ്പോഴെങ്ങാണ്ട്, തല തിരിഞ്ഞപ്പോഴെങ്ങാണ്ട് ഈ തീ കത്തുന്നത് കണ്ട്, ഈ കളപ്പുരയ്ക്ക് തീ കത്തുന്നത് കണ്ട്. മോനെ ഉള്ള കാര്യമായി എഴുതി വെച്ചത് ഞാൻ വായിച്ചത്. തീ കത്തുന്നത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീ എന്താ ചെയ്തെന്നറിയാമോ? ഈ ദൈവദാസൻ എഴുതിയിരിക്കുന്ന എല്ലാവരും കണ്ണുകളടച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ മുട്ടുമേ പയ്യെ പയ്യെ വലിഞ്ഞ് പാസ്റ്ററുടെ അടുക്കലേക്ക് ചെന്നു. ഈ ദൈവദാസനോട് പറഞ്ഞു, നമ്മുടെ കളപ്പുരയ്ക്ക് തീ പിടിച്ചെന്ന് പറഞ്ഞു. ഈ ദൈവദാസൻ എന്താ മറുപടി പറഞ്ഞെന്നറിയാമോ? പ്രിയപ്പെട്ടവളെ, നീ അടങ്ങിയിരിക്കെ, രാജാവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവര് മനസ്സിലാക്കണം ആ ദൈവസന്നിധിയുടെ ഗൗരവം. നീ അടങ്ങിയിരിക്കെ, രാജാവ് നമ്മുടെ ഇടയിൽ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് കണ്ടു? അതിനേക്കാൾ പ്രാധാന്യമായി രാജാവിൻ്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത് എന്നുള്ള അവബോധം ആ മനുഷ്യനുണ്ടായി. നമുക്ക് എന്തുകൊണ്ട്? നിങ്ങൾ നിങ്ങളെ തന്നെ, നമ്മളെ തന്നെ അങ്ങ് ചിന്തിച്ചാൽ മതി. ആഴ്ചയിൽ 2.5 മണിക്കൂർ ദൈവസന്നിധിയിൽ കൂടി വരുന്നു, അപ്പം നുറുക്കി ആരാധിക്കുന്നു. നമ്മുടെ മനസ്സെവിടെയാ? ദൈവത്തോടുള്ള നമ്മുടെ ഏകാഗ്രത, ദർശനം നഷ്ടപ്പെട്ടിരിക്കുന്നു. സുവിശേഷത്തോടുള്ള ദർശനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആത്മീയമായ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ ഇതിൻ്റെ കാരണം? ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിയും. എന്താ കാരണം എന്നറിയാമോ? ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ 2 പ്രയോഗമുണ്ട്. അതിങ്ങനെയാണ്: അക്കാലത്ത് വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് ചിന്തിക്കണം. അക്കാലത്ത് വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ല. അപ്പൊ ദർശനം ഏറെയില്ലാതെ വരുന്നത് എപ്പോഴാ? വചനം ദുർലഭമാകുമ്പോൾ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവവചനം ദുർലഭമാകുമ്പോൾ നമ്മുടെ ദർശനം നഷ്ടപ്പെടും. എങ്ങനെയുണ്ട് വചനം? വചനത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം എങ്ങനെയുണ്ട്? അടുത്ത ഒരു ചോദ്യം ചോദിച്ചാൽ മിക്കവാറും ഹൃദയമുള്ളവരുടെ ഹൃദയം കലങ്ങും. ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ക്ലാസ്സിന് ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് എപ്പോൾ എഴുന്നേറ്റെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ആവട്ടെ, 10 മണിക്കത്തെ ക്ലാസ്സിന് വരുന്നതിന് മുൻപ് ഇന്നത്തെ ദിവസം പ്രഭാതത്തിൽ ഇത് വായിച്ച് മനസ്സൊരുക്കത്തോടു കൂടെ വന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? കൈയൊന്നും പൊക്കണ്ട, വെറുതെ തന്നെ ഞാൻ കള്ളം പറയിപ്പിക്കുന്നു. നാളെ ഞായറാഴ്ച കർത്തൃമേശ എടുക്കേണ്ടത്. എത്ര പേര് ഈ ഒരാഴ്ച എല്ലാ ദിവസവും ദൈവവചനവുമായി ദൈവസന്നിധിയിലിരുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ചെറുപ്പക്കാരുൾപ്പെടെ ഞാൻ ചോദിക്കുക, എത്ര പേര് ഇരിപ്പുണ്ട്? എത്ര പേര്? ചിന്തിക്കുക, എത്ര പേര്? ഞായറാഴ്ച ഇത് എടുത്തുകൊണ്ട് പോയിട്ട് അതേ രീതി വെച്ചേച്ച് നടക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ചിന്തിക്കുക. പിന്നെ എന്തോന്ന് ആത്മീയ ജീവിതം? ഇതുമായി ബന്ധമില്ലാതെ പോകുന്ന വിശ്വാസിയാണോ? രാവിലെ ശാപ്പാടടിച്ചില്ലേ? അടിച്ചു. 11:30 ചായയും ബിസ്ക്കറ്റും അടിച്ചില്ലേ? അടിച്ചു. ഇനി ഉച്ചയ്ക്ക് ശാപ്പാട് വീട്ടിൽ ചെന്ന് അടിക്കാൻ പോവുകയല്ലേ? 4 മണിക്ക് ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയ കടിയും കുടിയില്ലേ? ഉണ്ട്. യോഗം കഴിഞ്ഞ് ഇനി രാത്രി വീട്ടിൽ ചെന്നാൽ അടുത്ത അടിയില്ലേ?
നിങ്ങളുടെ ചങ്ക് കലങ്ങാൻ ഞാൻ ചോദിക്കുക. ഒരു ദിവസം 30 മിനിറ്റെങ്കിലും ഈ വചനത്തിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങളെ പരിശോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് വിശ്വാസി? നമ്മൾ എന്നാത്തിനാ പിന്നെ ഈ വേഷം കെട്ടി നടക്കുന്നത്? ചിന്തിക്കാൻ. ശുശ്രൂഷകന്മാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അവരോടും ചോദിക്കാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിക്കുക, കസേര കൊണ്ടിട്ടാണ്ട് നമുക്ക് ആളുകൾ വന്ന് അവരെ ഇരുത്താനാ. ശുശ്രൂഷകന്മാരിവിടെ വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ഒരു ദിവസം എത്ര നേരം ഈ വചനവുമായിട്ടിരിക്കും? അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളാണ്. നമുക്കറിയാം ഓരോരുത്തരുടെ ശുശ്രൂഷയും പോക്കും കാണുമ്പോൾ നമുക്കറിയാം വചനത്തോട് അവർക്കുള്ള ഭയം എന്തുമാത്രമുണ്ടെന്ന്. നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ജനത്തെ പരിപാലിക്കുന്നവരല്ലേ. ഒരു ദിവസം എത്ര സമയം ഇതിനു വേണ്ടി നിങ്ങൾ എടുക്കും? വായിച്ചോ എന്ന്? ഇല്ല. ഓരോരുത്തരോടും ചോദിച്ചാൽ ഇങ്ങനെ കാണിക്കാം. ബട്ടറുടെ കടയിൽ ഒരു ബൊമ്മ ഇരിപ്പുണ്ട്, എപ്പം നോക്കിയാലും ഇങ്ങനെ ഇരിക്കും. ഞാൻ കാര്യമല്ലേ ഈ പറയുന്നത്? കാര്യമല്ലേ? വചനം എവിടെ ദുർലഭമാകുന്നോ അവിടെ ദർശനം നഷ്ടപ്പെടും. ദൈവവചനത്തോടും നമ്മളുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ദർശനം വർദ്ധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നിറയുന്നുണ്ടോ അത്രമാത്രം നമ്മുടെ ദർശനം നീണ്ടുപോകും. ദൈവം സഹായിക്കട്ടെ. ഇനി അടുത്തത് ഈ അനന്യാസിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. 3 കാര്യങ്ങൾ നമ്മൾ ഓർത്തു. 1, ഇയാളുടെ പേരിനർത്ഥം യഹോവയുടെ കൃപയുള്ളവൻ, ദൈവകൃപ. 2 ഓർത്തു എന്താണ്? അവിടുന്ന് ശിഷ്യനായിരുന്നു. 3 ദർശനമുള്ളവനായിരുന്നു. 4 10 വാക്യം വീണ്ടും നമുക്ക് നോക്കാം. അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്നവൻ വിളികേട്ടു. അനന്യാസിനെ കുറിച്ച് 4 പറയുന്ന കാര്യം ദൈവശബ്ദം കേൾക്കുന്നവനായിരുന്നു. ദൈവശബ്ദം. ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? നമ്മളിപ്പോഴും പറയുന്ന ഈ വചനശുശ്രൂഷയ്ക്ക് മുൻപ് പ്രാർത്ഥിക്കുന്ന, ഇവിടെ പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട്. കർത്താവേ, ശൗമേൽ ബാലൻ പറഞ്ഞതുപോലെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞേച്ച് പുള്ളി ഇരുന്ന് ഉറങ്ങുക. ദൈവശബ്ദം കേൾക്കുന്നവനാണ്. 103 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, യഹോവയുടെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായുള്ളോരേ. അല്ലേ? ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേൾക്കണേൽ എന്തു വേണം? ചെവി വേണം. ചെവി. ഇന്ന് പല സഭകൾക്കും പലർക്കും ചെവിയില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 7 സഭകളെ കുറിച്ച് കാണുന്നുണ്ട്. 7 സഭകൾക്കുള്ള ദൂത്. ആ ദൂതെല്ലാം 7 സഭകൾക്കുള്ള ദൂതും അവസാനിപ്പിക്കുമ്പോൾ എന്തു പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ. അപ്പം നമുക്കെന്തു വേണം? ചെവി വേണം. ചില സഭകൾക്ക് ചെവിയില്ല. ചെവിയില്ല. യെരുശലേം സഭയെ കുറിച്ച് എന്താ പറയുന്നത്? വായിച്ചിട്ടുണ്ടോ? പണ്ടെങ്ങാണ്ട്. എന്താ അവിടെ വായിക്കുന്നത്? അന്ത്യോക്യയിൽ സഭയുണ്ടായ വിഷയം യെരുശലേം സഭയുടെ ചെവിയിലെത്തിയപ്പോൾ
യെരുശലേം സഭയ്ക്ക് ചെവിയുണ്ടായി. വചനം കേൾക്കാൻ നമുക്ക് കാതു വേണം, ചെവി വേണം. മനസ്സിലായില്ലേ? ഇന്ന് വരുന്ന കുഴപ്പം എന്നാണെന്നറിയാം. നമ്മൾ ചില ആളുകൾ, എനിക്കൊരു സമയം തന്നിട്ടുണ്ട്, നേരം നിർത്തും, അതുവരെ സഹിച്ചേ പറ്റൂ. ചില ആളുകളെ നമ്മൾ വിളിക്കും. ചില ആളുകളെ വിളിക്കുമ്പോൾ അത്യാവശ്യത്തിന് വിളിക്കുന്നതാ. ഇങ്ങോട്ട് ചിലപ്പം ഒരു ശബ്ദം കേൾക്കാം, ഒരു പെണ്ണാ മിക്കവാറും സംസാരിക്കുന്നത്. ഇങ്ങോട്ട് പറയും, എന്നായിരിക്കും പറയുന്നത്, നമ്മളെല്ലാം കേട്ടിട്ടുള്ള എന്തുവാ, വളരെ അത്യാവശ്യത്തിനാണ് വിളിക്കുന്നത്. അന്നേരം ഇങ്ങോട്ട് വരുന്ന വർത്തമാനം എന്നാ, ഓ ഇതാരും ഫോൺ ചെയ്യാത്ത പോലെ ആയിരിക്കുന്നത്. എന്നാ കേൾക്കുന്നത്, നിങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നയാള് പരിധിക്ക് ഇന്ന് വന്നിരിക്കുന്ന അപകടം അതാ. നല്ലൊരു പങ്കിന്ന് ദൈവശബ്ദത്തിൻ്റെ പരിധിക്ക് പുറത്താ. പരിധിക്ക് പുറത്ത് നിന്നുകൊണ്ടാണ് ഈ പുള്ളി പ്രാർത്ഥിക്കുന്ന, യഹോവേ അരുളി ചെയ്യണമേ അടിയൻ. പുള്ളി പരിധിക്ക് പുറത്താ. പി പി എന്നുള്ള ശബ്ദമേ കേൾക്കുന്നുള്ളൂ. എന്തിനാന്നേ ഈ വേഷം കെട്ട്? ഈ സാറ് ഇവിടെ ഓർപ്പിച്ചത് നമ്മളെ വളരെ സ്പർശിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ആ ക്യാമറയും വെട്ടിച്ചുകൊണ്ട് കള്ളന്മാരും മൂട്ടിച്ചോണ്ട് പോകുന്നുണ്ട്. മേളത്തെ ക്യാമറ വെട്ടിക്കാൻ കഴിയുകയില്ല. അവൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. ഭയപ്പെടണം, ഭയപ്പെടണം. ഭയം ഒരു പുതപ്പ് പോലെ നമ്മളെ മൂടണം. ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 24-ാം വാക്യത്തിൽ ദൈവം എന്താ പറയുന്നതെന്നറിയാമോ? ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിച്ചിരിപ്പാൻ കഴിയുമോ? ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? സഹോദരന്മാരെ, ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവം. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിച്ചിരിപ്പാൻ. ദൈവശബ്ദത്തിൻ്റെ പരിധിയിൽ നിൽക്കാത്ത ആളുകളെയെല്ലാം ദൈവം കാണുന്നുണ്ട് കേട്ടോ. ദൈവം കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെയും ആര് കാണുന്നുണ്ട്? ഇപ്പൊ പാവം പിടിച്ച ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാ കണ്ണും ഞങ്ങളുടെ മുഖത്തോട്ടാണ്. അപ്പൊ ഈ പാവം പിടിച്ച ഞങ്ങൾ എന്നാ ചിന്തിക്കുന്നറിയാമോ? ദൈവമേ, ഈ വചനം മുഴുവനും അങ്ങ് ഉൾക്കൊള്ളുകയാണെന്ന്. പലതും അതല്ല, വേറെ എങ്ങാണ്ടൂടെ മനസ്സ് പോവുക. ശരിയല്ലേ? വേറെ എങ്ങാണ്ടൂടെ ഏതിലൊക്കെയോ പോവുക. യഹോവയുടെ ശബ്ദം ഒന്ന് ഈ 2026 സാറ് പറഞ്ഞതുപോലെ പുതുമ നഷ്ടപ്പെട്ടില്ലല്ലോ. ചിന്തിക്ക, അപ്പാ ആ ശബ്ദത്തിൻ്റെ പരിധിക്കപ്പുറം പോകാൻ എനിക്കിടയാകരുത്. ആ പരിധിയിൽ എനിക്ക് നിൽക്കാൻ ഇടവരണം. ഈ അനന്യാസ് അങ്ങനെയുള്ളവനായിരുന്നു. കർത്താവ് സഹായിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അനന്യാസിനെ പോലെയുള്ള ആളുകളാണ് സഭയുടെ ഗുണം. അത് പറയാനാണ് നമ്മൾ ഈ പഠിക്കുന്നത്. സഭ ഗുണമുള്ളതാകണമെങ്കിൽ അനന്യാസിൻ്റെ സ്വഭാവം നമ്മൾ പഠിച്ചല്ലോ, അതുപോലുള്ള ആളുകളായിരിക്കണം. ഇനി ചില മിനിറ്റുകൾ കൂടെ മുന്നോട്ടുണ്ട്. ഞാൻ എല്ലാവരെയും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഒരാളെ കൂടെ നമുക്കെടുക്കാം. അതാരാന്നറിയാമോ? നോക്കിയേ, 9-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കാം. മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മണ്ടാതാക്കി. ക്ഷീണിച്ചോ? ക്ഷീണമായോ? ഇല്ല. സഭ ക്വാളിറ്റി ഉള്ളതാകണമെങ്കിൽ, ഗുണമുള്ളതാകണമെങ്കിൽ ഈ സ്വഭാവം നമുക്ക് വേണം. മേൽക്കുമേൽ എന്ത് ചെയ്യണം? ശക്തി പ്രാപിക്കണം.
ഇത് മേൽക്കുമേൽ ക്ഷയിക്കുകയാണല്ലോ. പല വിശ്വാസികളും മേൽക്കുമേൽ ക്ഷയിക്കുക, മേൽക്കുമേൽ ശക്തി പ്രാപിക്കുകയല്ല. എസ്കേൽ പ്രവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, വാക്യമൊക്കെ പോയി കണ്ടുപിടിച്ചോളുക. ആ വാക്യം ഇങ്ങനെയാണ്: തൻ്റെ അകൃത്യത്തിൽ നടക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല. അങ്ങനെ എഴുതിയിരിക്കുന്നത്. തൻ്റെ അകൃത്യത്തിൽ നടക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല. യോബിന്റെ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? യോബിന്റെ പുസ്തകത്തിൽ ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് കൈവടിപ്പുള്ളവൻ ശക്തിയുള്ളവൻ. അത് വായിച്ചിട്ടുണ്ടോ? നമുക്ക് യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം അറിയാം: യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാം. യോബിന്റെ പുസ്തകത്തിലെ വചനമാത്, കൈവടിപ്പുള്ളവൻ ശക്തിയുള്ളവൻ. എസ്കേലിൽ പറയുന്നു, അകൃത്യത്തിൽ നടക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയല്ല. ദാ ഇവിടെ ഒരുത്തനെ കുറിച്ച് പറയുക, മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. മേൽക്കുമേൽ ശക്തിയുള്ള വിശ്വാസികൾ എവിടെ വേണം? സഭയിൽ വേണം. അത് പണത്തിൻ്റെ ശക്തിയല്ല, ആരോഗ്യം ശരീരത്തിൻ്റെ ആ ശക്തിയല്ല, അകത്തെ മനുഷ്യൻ്റെ ശക്തിയാണ്. അപ്പോസ്തലനായ പൗലോസ്, ഞാൻ പെട്ടെന്ന് ഇനിയും പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോസ്തലനായ പൗലോസ് 2-3 ഇടങ്ങളിൽ എഫെസോസിലെ വിശുദ്ധന്മാരോട്, കൊലോസിയിലെ വിശുദ്ധന്മാരോടൊക്കെ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് എന്ത് ചെയ്യണം? ബലപ്പെടണം. അപ്പം നമുക്ക് പുറത്തെ മനുഷ്യനുണ്ട്, പിന്നെ അകത്തെ മനുഷ്യനുണ്ട്. അപ്പൊ എത്ര മനുഷ്യന്മാരുണ്ട്? പറയുന്നേ, നിർത്താൻ പോവാന്നുള്ള സന്തോഷത്തിൽ പറ. എത്ര മനുഷ്യന്മാരുണ്ട്? അകത്തെ മനുഷ്യനുണ്ട്, പിന്നെ പുറത്തെ മനുഷ്യനുണ്ട്. അപ്പം നമ്മൾ എത്ര മനുഷ്യന്മാര്? 2. അപ്പൊ പിന്നെ എന്നെ പ്രസംഗത്തിന് വിളിക്കുമ്പോൾ എങ്ങനെ വിളിക്കണം? ഇപ്പൊ ചാണ്ടപ്പിള്ളമാര് വന്ന് പ്രസംഗിക്കും എന്ന് പറയണ്ടേ 2 മനുഷ്യരുണ്ടെങ്കിൽ? എന്താണ് അതിൻ്റെ അർത്ഥം? അകത്തെ മനുഷ്യൻ, പുറത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള 2 സ്വഭാവം. ഒന്ന് ആദാമ്യ സ്വഭാവം, 2 ക്രിസ്തുവിന്റെ സ്വഭാവം. ഒന്ന് പഴയ സ്വഭാവം, ഒന്ന് പുതിയ സ്വഭാവം. ഒന്ന് ജഡ സ്വഭാവം, ഒന്ന് ആത്മസ്വഭാവം. മനസ്സിലായില്ലേ? ഈ 2 സ്വഭാവങ്ങൾക്ക് വ്യക്തിത്വം കൊടുത്തുകൊണ്ട് പറയുന്നതാണ് പുറത്തെ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ. എന്നാൽ പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നറിയോ? ഞങ്ങളുടെ പുറമേ ഉള്ളവൻ എന്ത് ചെയ്യുന്നു? ക്ഷയിക്കുക. ഞങ്ങളുടെ അകമേ ഉള്ളവനോ നാൾക്ക് നാൾ. ഇത് നമ്മൾ ചിലരെ കാണുമ്പോൾ എന്തോ പറയും? കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാൾ കുറെ കൂടി ഇപ്പം നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ചിലരെ കാണുമ്പോൾ ചോദിക്കും, അതെന്താ ഇപ്പൊ ഒരു ക്ഷീണം കാണുന്നത്? എന്നോട് ചിലർ പറയുന്ന അങ്ങനെ, ആ പഴയ ഗ്ലാമർ അങ്ങ് പോയെന്നാണ്. പഴയ ഗ്ലാമർ. ഇയാളുടെ പറച്ചിൽ കേട്ടാൽ എനിക്ക് പണ്ടങ്ങ് ഗ്ലാമർ ആയിരുന്നു. എൻ്റെ പൊന്നു യുവാക്കളെ, യുവതികളെ, സഹോദരി സഹോദരന്മാരെ, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകത്തെ മനുഷ്യൻ ശക്തി വേണം. ശക്തിയുള്ള സഭയായിരിക്കണം. ശക്തിയുള്ള സഭയ്ക്കാ പ്രവർത്തനമുള്ളത്. ശക്തിയുള്ള സഭയാണ് പിശാചിനെ തോൽപ്പിക്കുന്നത്. ശക്തിയുള്ള സഭയാണ് പാപത്തെ തോൽപ്പിക്കുന്നത്. ശക്തിയുള്ള സഭയ്ക്കാണ് അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനമുള്ളത്. ശക്തിയുള്ള സഭയാണ് ആത്മീയ ഗുണങ്ങളുള്ളത്. ശക്തിയുള്ള സഭയാണ് വളർന്നുകൊണ്ടിരിക്കുന്ന സഭ. വിശ്വാസികളകത്ത് ശക്തി വേണം. ഇയാൾ ഈ ശക്തിക്കുള്ള 3 കാരണം പറഞ്ഞങ്ങ് വിട്ട് അവസാനിപ്പിക്കുക. അതേ ടൈം നീണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം നിർത്തും. നിങ്ങളുടെ മനസ്സിൽ പറയുന്നുണ്ട് ഇച്ചിരി കൂടെ പൊക്കമൊന്നുമില്ല, ഞാനിപ്പം നിർത്തും. ഈ ശക്തിപ്പെടാനുള്ള 3 കാരണങ്ങൾ അവിടെ പറയുന്നു. നോക്കിയാട്ടെ, അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ ഒടുവില, അതായത് ഈ അനന്യാസിനെ ശൗലിൻ്റെ അടുക്കലേക്ക് കർത്താവ് പറഞ്ഞയക്കുക.
വഴി വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവിടെയാ താമസിക്കുന്നത്, ദമസ്കോസ്, ഇങ്ങനെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളെ തിരിച്ചറിയാൻ ഒരടയാളവും കൂടെ പറയുന്നുണ്ട്. എന്നാ പറയുന്നെന്നറിയാമോ? ദാ നോക്കെ 11 അവസാനിപ്പിക്കുന്നത് അവൻ പ്രാർത്ഥിക്കും. സ്തോത്രം. അവനവിടെ പ്രസംഗിക്കുന്നെന്നല്ലാന്നോ? അവനവിടെ പരസ്യയോഗം നടത്തുന്നെന്നാണോ? അവനവരെ പാടുന്നെന്നാണോ? ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരണം. ഉള്ളിൽ നിന്ന് ഈ കാര്യം പറയുന്നത്. അവനവിടെ പ്രസംഗിക്കുന്നെന്നോ, അവനവിടെ ക്ലാസ് എടുക്കുന്നെന്നോ, അവനവിടെ പാട്ടുപാടുന്നെന്നോ അല്ല, അവനവിടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പൗലോസിന്റെ ആത്മീയ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് പ്രാർത്ഥനയാ. പ്രാർത്ഥനയിൽ ആരംഭിച്ചു, പ്രാർത്ഥനയിൽ തുടർന്ന് പ്രാർത്ഥനയിൽ അവസാനിപ്പിച്ചു. അതാണ് ഈ ശക്തി എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇയാൾ ദമസ്കോസിലേക്ക് വലിയ ഗമേൽ ഒരു പോക്ക് പോയി. നമുക്കതറിയാം ഇല്ലേ? കുതിരപ്പുറത്തായിരിക്കും ഇല്ലേ? വാഹനം എന്നാ പറയുന്നത്, കുതിരപ്പുറത്തായിരിക്കും. ചട അടിച്ചു പോവുക. കയ്യിലൊരു ശക്തിയുണ്ട്. ഏത് ശക്തിയാ പറ? അധികാരപത്രത്തിന്റെ ശക്തി, മഹാപുരോഹിതന്റെ അധികാരപത്രത്തിന്റെ ശക്തി. അതുമായിട്ടാ പോകുന്നത്. പക്ഷേ ദമസ്കോസിനോട് അടുത്തപ്പോൾ ശക്തി അങ്ങ് ക്ഷയിച്ചു. ശക്തി നഷ്ടപ്പെട്ടു. അവിടെ നിലംപരിശായി. എന്നാൽ ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ദമസ്കോസിന്റെ പടിക്കൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അനുഭവിച്ച ശക്തി, റോമൻ കാരാഗ്രഹത്തിൽ നീറോയുടെ വാള് കഴുത്തിൽ വീണ് രക്തസാക്ഷിയായി തീരുന്നത് വരെ ആ ശക്തി ഉണ്ടായിരുന്നു. അയാൾ തളർന്നു പോയില്ല. എന്താ കാര്യം? ഈ പ്രാർത്ഥനയുടെ ശക്തി. ഞാനൊരു വസ്തുത ഓർപ്പിക്കട്ടെ സഹോദരി സഹോദരന്മാരെ, നമ്മളെ തളർത്തുന്ന, പുറകോട്ടടിക്കുന്ന നിരവധി കാര്യങ്ങൾ നമ്മളെ എതിരേറ്റു വരുമെന്നറിയാം. പക്ഷേ അതിൻ്റെ മുൻപിൽ തളർന്നു പോകാതെ ഈ വിജയകരമായ പോരാട്ടം നടത്തണമെന്ന് വരികിൽ അവിടെ നമുക്ക് പ്രാർത്ഥനയുടെ ശക്തി വേണം. പ്രാർത്ഥനയുടെ ശക്തി വേണമെന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഈ വയസ്സിൽ ഇത്രയും യാത്ര ചെയ്യുന്ന എത്ര പേരുണ്ട്? ഇത്രയൊന്നും വേണ്ട. കുറച്ചായി കഴിയുമ്പോൾ എനിക്കിനിയും പഴയതുപോലെ ഒന്നും അയ്യ, ആരാന്ന് വെച്ചാൽ കടയിൽ പോ, ഇങ്ങനൊക്കെയാ. ചിലരങ്ങ് പ്രായം ആക്ട് ചെയ്യുക. ഇനി എന്നെ കൊണ്ടൊന്നും പറ്റുകയല്ല നിങ്ങൾ. നോ, നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടരുത്. നീ നിരാശപ്പെടരുത്. നിനക്കിനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഏലിയാമിനോട് പറഞ്ഞതുപോലെ വലിയ ദൗത്യം നിനക്കുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങണമെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യന് ശക്തി വേണം. അത് വേണമെന്ന് വരികിൽ നീ ദൈവസന്നിധിയിൽ മുഴങ്കാൽ യുദ്ധം നടത്തണം. മുഴങ്കാൽ യുദ്ധം. ഞാൻ വലിയ പ്രാർത്ഥനക്കാരനല്ലെങ്കിലും അതനുഭവിക്കുന്നയാളാ ഞാൻ. അതുകൊണ്ടാണ് ഇന്ന് വരെ ഇങ്ങനെ നിൽക്കുന്നത്. പ്രതികൂലം ചെറുതൊന്നുമല്ല മോനെ, ചെറുതൊന്നുമല്ല. അതിൻ്റെ നടുവിലും തളർന്നു പോകാതെ നിൽക്കുന്നത് എൻ്റെ തൻ്റെ ഇടമല്ല, എൻ്റെ അഹങ്കാരമല്ല, ഈ പ്രാർത്ഥനയുടെ ശക്തിയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന യുവാക്കള് ഇന്നു മുതൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക്. നിന്റെ ജീവിതം ധന്യമായി മാറും. അകത്തെ മനുഷ്യന് ശക്തിയുണ്ട്. രണ്ടാമത് ശക്തിയുടെ ഉറവിടം എന്തായിരുന്നുവെന്ന് നോക്കാം. രണ്ടാമത്തെ ഉറവിടം അവിടെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. 17 നോക്കിയേ. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണൻ ആകേണ്ടതിന്. സ്തോത്രം. ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിക്കാനുള്ള രണ്ടാമത്തെ കാരണം മോനെ, പരിശുദ്ധാത്മപൂർണനായി എന്ന് പറഞ്ഞാൽ ആത്മനിറവ് ജീവിതത്തിൽ. ആത്മനിറവുണ്ടോ? ആത്മനിറവുണ്ട്. ഞാനൊരു വസ്തുത പറയട്ടെ. അയ്യോ, പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത്രയും നേരം താൻ പറയുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പവും വന്നില്ല. എന്നാ പിന്നെ ഇതായിട്ട് കുറയ്ക്കേണ്ട, പറഞ്ഞു. ഇങ്ങനെ ഒരാൾ അകത്തുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ടോ? ഞാൻ കൈകൂപ്പി ചോദിക്കുക, സത്യമായിട്ടും ചോദിക്കുക.
പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന പോലെ വേറെ വല്ലവരും പഠിപ്പിക്കുമോ സാറേ? എന്നെ അന്യായ പഠിപ്പിക്കലാ പഠിപ്പിക്കുന്നതെന്നറിയാം. അതിൻ്റെ ഗ്രീക്ക് എടുക്കും, ഹീബ്രു എടുക്കും, മൂലം മുഴുവൻ എടുക്കും. എന്നിട്ട് രക്ഷിക്കപ്പെടുമ്പോൾ വിശ്വസിക്കുമ്പോൾ തന്നെ ആത്മസ്നാനം കിട്ടുന്നു, ആത്മാഭിഷേകം കിട്ടുന്നു, ആത്മാച്ചാരം കിട്ടുന്നു, ആത്മമുദ്ര കിട്ടുന്നു, ആത്മാധിവാസം കിട്ടുന്നു. ഇത് ഒരിക്കലായി കിട്ടുന്നതാണ്. ഇതൊന്നും പിന്നെ ആവർത്തിക്കുന്നത് അല്ല. തെറ്റില്ല, അതാണ് ശരിക്കുള്ള ഉപദേശം. പക്ഷേ ഇയാൾ അകത്തുണ്ടെന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ചില സഹോദരിമാർ ഞങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിലല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഈ കിടന്ന് അധ്വാനിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ, ഭർത്താവോ മക്കളോ ഒക്കെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഇവരൊരു പറച്ചിലുണ്ട്, ഇങ്ങനെ ഒരാൾ വീട്ടിലുണ്ടെന്നും കൂടെ വിചാരിച്ചു കൊള്ളണം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ വയ്യ. എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരാൾ ഉള്ളിലുണ്ടെന്ന് വിചാരിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? സഹോദരന്മാരെ, ഞാൻ ചോദിക്കുക, എന്നിലേക്ക് രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം പകർന്ന് തന്ന ആ പുത്രത്വത്തിൻ്റെ ആത്മാവ്, ആദ്യ ദാനമായി എനിക്ക് തന്ന ആത്മാവ്, എൻ്റെ അനുഗ്രഹത്തിന്റെ സകല ഉറവിടമായ ആത്മാവ്, എന്നെ നടത്തുന്ന ആത്മാവ്, എന്നെ മുദ്രയിട്ടിരിക്കുന്ന ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ വസിക്കുന്നുവെന്ന് ദിവസം തോറും ചിന്തിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? എത്ര പേര്? ഒരുപാട് പഠിപ്പിക്കുമല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നിറവിൻ്റെ അനുഭവത്തിലൂടെ പോകാൻ കഴിയുന്നത്. നിറവിൻ്റെ അനുഭവം. ഇന്ന് ആത്മനിറവിനെ കുറിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല. അത് വേറെ ആളുകൾ തെറ്റായി പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ തെറ്റായും പഠിപ്പിക്കുന്നില്ല, ശരിയായും പഠിപ്പിക്കുന്നില്ല. ആത്മാവിനെ തൊടുന്നു പോലുമില്ല. മോനെ, എന്നെ ഈ ആത്മനിറവ് എന്താ മോനെ? ആത്മനിറവ് ഇത് വലിയ പഠിപ്പിക്കുന്ന സഭയാ. നിങ്ങൾക്കറിയാം, നിങ്ങളെ സ്ത്രീകൾ സഭായോഗത്തിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ള വചനവും കൂടെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് മിണ്ടാതിരിക്കുകയാണെന്നറിയാം. എന്താ ഈ ആത്മനിറവ്? ആത്മനിറവ് ഇത്രയേ ഉള്ളൂ, കേട്ടോളുക. വേഗത്തിൽ പറയാം. ആത്മാവിൽ നിറയുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ്? ഇവിടെ എന്താ ക്ലോക്ക് ഉണ്ടോ? ചുമ്മാ അല്ലേ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണം. ഇപ്പോഴല്ലേ അതിൻ്റെ പിടി കിട്ടിയത്. ഇപ്പം നിർത്തിയേക്കാവിടാ മോനെ. നീ ഇങ്ങനെ നോക്കി നോക്കി എന്നെ തളർത്താതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ആത്മനിറവിനെ കുറിച്ച് എന്താ പറയുന്നത്? സങ്കീർത്തനങ്ങളാലും പറഞ്ഞേ, സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ഇങ്ങനെയൊക്കെ പറയുന്നു. ശരി, ചിന്തിച്ചോ. വേഗത്തിൽ അവസാനിപ്പിക്കാൻ പോവുക. കൊലോസ്യ ലേഖനം 3:16 വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് തന്നെയാ. സങ്കീർത്തനങ്ങളാലും, നിങ്ങൾ ആ 16 എടുത്തു നോക്കിയാൽ അറിയാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും കർത്താവിന് കീർത്തനം ചെയ്തും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ. ഇത് രണ്ടും ഒരാ, ഫലം രണ്ടും ഒന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? മക്കളെ പറയട്ടെ, ദൈവവചനം അനുസരിക്കുന്നവനാണ് ആത്മനിറവുള്ളത്. ദൈവവചനം അനുസരിക്കുന്നവനാണ് ആത്മനിറവുള്ളത്. നിങ്ങളിൽ വസിക്കട്ടെ ഐശ്വര്യമായി സമൃദ്ധിയായി. 45-ാം സങ്കീർത്തനം നമ്മള് സങ്കീർത്തനം കല്യാണത്തിന് വായിക്കാൻ വെച്ചിരിക്കുക. 45-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് എങ്ങനെയാ? എൻ്റെ ഹൃദയം പറഞ്ഞേ ശുഭവചനത്താൽ കവിയുന്നു. കവിയുന്നത് എപ്പോഴാ? നിറയുമ്പോൾ. അപ്പൊ ശുഭവചനത്താൽ. ഈ ശുഭവചനം നിറഞ്ഞാൽ പിന്നെ വല്ലതും അതിനകത്ത് വരുമോ? എൻ്റെ ഹൃദയം ശുഭവചനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ ഇടമില്ലല്ലോ. പിന്നെ വല്ലതും വരുമോ? വരത്തില്ല. ഇപ്പം വരുന്നതിൻ്റെ കാരണം എന്നാ? കുശുമ്പ് വരും, കുന്നായ്മ വരും, അസൂയ വരും, പിണക്കം വരും, ദുഷ്ടത വരും, ഇതെല്ലാം വരും. ആ കൂട്ടത്തിൽ കോണില് പേരിന് വേണ്ടി അല്പം കറക്റ്റാ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതായി എനിക്കിഷ്ടം. എന്നാൽ ഇത് നിറഞ്ഞു കഴിഞ്ഞാലോ
വേറൊന്നിനും അവിടെ ഇടം കാണുകയില്ല മക്കളെ, വേറൊന്നിനും ഇടം കാണുകയില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോഴാണ് എനിക്കും നിങ്ങൾക്കും ആത്മാവ് നിറഞ്ഞവരായി ജീവിക്കാൻ കഴിയുന്നത്. അങ്ങനെ ആത്മാവ് നിറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്നതാണ് ശക്തി എന്ന് പറയുന്നത്. ഒക്കെ വിവരിക്കാൻ നിവൃത്തിയില്ലല്ലോ. സാറ് പറഞ്ഞതുപോലെ നിങ്ങൾ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കണം. അവിടെ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഇനി അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരണം. ലൂക്കോസ് 4:14. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യേശു ആത്മാവിന്റെ ശക്തിയോട്. ഇത് ചേർത്തൊന്ന് വായിച്ചാട്ട്, യേശു ആത്മാവ് നിറഞ്ഞവനായി. അടുത്തത് പറയുന്നത് യേശു ആത്മാവിന്റെ ശക്തിയോടെ. അപ്പം നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ ആത്മനിറവ് അനുഭവിക്കണം. മൂന്നാമത്, അതുകൂടെ പറഞ്ഞു വെച്ചേ നിർത്തുന്നുള്ളൂ. മൂന്നാമത് ഈ ശക്തിയുടെ കാര്യം എന്താ? 22-ാം വാക്യം നോക്കി. എല്ലാം ഈ പുസ്തകത്തിൽ നിന്ന്, ഈ അധ്യായത്തിൽ നിന്ന്. 22-ാം വാക്യം, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ചു. പുസ്തകം മടക്കി സന്തോഷത്തിന് കണ്ടോണം. തെളിയിച്ചു. എവിടുന്ന് തെളിയിച്ചു? യഹൂദന്മാരോട് വാഗ്വാദം നടത്തി, തർക്കം നടത്തിയപ്പോൾ യേശു ആണ് ക്രിസ്തുവെന്ന് അവർക്ക് തെളിയിച്ചു കൊടുത്ത് അവരെ മിണ്ടാതാക്കിയെന്ന. ചോദ്യം ഇത്രയേ ഉള്ളൂ, എവിടുന്നാ തെളിയിച്ചേ? സ്വർഗത്തിൽ അരമണിക്കൂർ മൗനം. എവിടുന്നാ തെളിയിച്ചേ? തിരുവെഴുത്തിൽ നിന്ന് തെളിയിച്ച്. ഏത് തിരുവെഴുത്തിൽ? അന്ന് പുതിയ നിയമം എഴുതി കിട്ടിയിട്ടില്ല. ഏത് തിരുവെഴുത്തിൽ? പഴയ നിയമ തിരുവെഴുത്തിൽ. യേശു എന്താ ശിഷ്യന്മാരോട് പറഞ്ഞത്? എന്നെ കുറിച്ച് മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തന പുസ്തകത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എഴുതിയിരിക്കുന്നു. അത് ഈ മനുഷ്യനറിയാം. അതിൽ നിന്ന് തെളിയിച്ചു കൊടുത്തു, യേശുവാണ് ക്രിസ്തു. അപ്പോൾ ഈ ദേഹത്തിന്റെ ശക്തിയുടെ മൂന്നാമത്തെ ഉറവിടം വചനത്തിന്റെ ശക്തിയാണ്. ഞാൻ 3 കാര്യങ്ങൾ ഓർപ്പിച്ചു. 1 പ്രാർത്ഥനയുടെ ശക്തി, 2 ആത്മാവിന്റെ ശക്തി, 3 വചനത്തിന്റെ ശക്തി. ഞാൻ നിർത്തട്ടെ ഇവിടെ. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ യോഹന്നാൻ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാ: യൗവനക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും. അടുത്ത വാക്യം എന്താ? നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനം വസിക്കയാലും. നോക്കണം. അപ്പൊ ദൈവവചനം വസിക്കുമ്പോൾ ശക്തരാകിയ, ശക്തരായവർ ദുഷ്ടനെ ജയിക്കും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിമാൻ. സ്തോത്രം. നിർത്തട്ടെ ഇവിടെ. കർത്താവ് സഹായിക്കട്ടെ. ഇതുപോലെ അനന്യാസിനെ പോലെ, ശൗലിനെ പോലെ, പിന്നുണ്ട് ബർന്നബാസ്, പത്രോസ്, പലരുണ്ട്. അതൊക്കെ ചിന്തിക്കാൻ നമുക്ക് നേരമില്ലല്ലോ. ഇങ്ങനെ ഗുണമുള്ളവര് സഭകളിലുണ്ടെങ്കിൽ ആ സഭയും നിലവാരമുള്ള സഭയായിരിക്കും. എങ്ങനെങ്കിലും കൂടിപ്പോവുകയല്ല, ഇങ്ങനെ കൂടിപ്പോകണം. ഇങ്ങനെ എന്താ? അതിനങ്ങ് മനസ്സ് വെക്കരുതോ? നമുക്ക് അനന്യാസിനെ പോലെ മനസ്സ് വെക്കരുത്. ശൗലിൻ്റെ ജീവിതം പോലെ മനസ്സ് വെക്കരുത്. അവരും നമ്മളെപ്പോലെ പച്ചയായ മനുഷ്യരായിരുന്നു. വ്യത്യാസമൊന്നുമില്ല നമ്മുടെ ശരീരവും അയാളുടെ ശരീരവും തമ്മിൽ. സമസ്വഭാവമുള്ള ആളുകളാണ്. ഒന്ന് സമർപ്പിക്കുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ദൈവമുമ്പാകെ തകർക്കപ്പെടുവാൻ, കുറവുകൾ ഏറ്റുപറയാൻ, നമ്മുടെ സ്വയം നമ്മളിൽ നിന്നൊന്ന് താഴ്ത്തുവാൻ, ദൈവമുമ്പാകെ വിനയപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാണ്.